ഇവിടെ വേദിയിൽ സ്വാഗതം പറഞ്ഞ ശ്രീ രൂപേഷ് TC, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 16ാം വാർഡ് മെമ്പർ ഗീത പനയുള്ളതിൽ, ഇതിൻ്റെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ SSK ശ്രീ KP മനോജ് മാഷ്, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് FM മുനീർ, സരിക ആര്യന്നൂരിൻ്റെ പ്രതിനിധി പവിത്രൻ PP, ഡോക്ടർ സുഗുൾ, സുധീഷ് PM, റഫീഖ് കാരക്കണ്ടി, മനോജ് അനാബിക, ദിജേഷ് KK, ശ്രീ വിഷ്ണു KP, സുശീൽ KK, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അനീഷ് PP, വേദിയിലിരിക്കുന്ന മറ്റ് സ്വരത്തിൻ്റെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. 28 വർഷത്തിന് ശേഷം സ്വരത്തിനൊരു സംക്രമം ഉണ്ടാവുകയാണ്. സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറുന്ന സംക്രമ ദിവസമാണ് നാളെ. വിഷു സംക്രമം അതാണ്. ഈ കെട്ടിടത്തിലൂടെ, അതിസുന്ദരമായ കെട്ടിടത്തിലൂടെ സ്വരം നമ്മുടെ സ്വരമായി മാറും. 28 വർഷമായി നിങ്ങളുടെ ഇവിടെയുള്ള ആളുകളുടെ സ്വരം പാട്ടായി, സഹകരണമായി, സ്നേഹമായി കൈകോൾ കോർത്ത് എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ദൂരദർശൻ ചാനൽ കണ്ടവർക്കറിയാം, ഒരു ദേശീയോത്കൃതന ഗാനം ഉണ്ടായിരുന്നു പണ്ട്. മിലേ സുരുമേരാ തുമാരാ, ഓർമ്മയില്ലേ? ആ പാട്ടിൽ എല്ലാ ഭാഷയിലെയും, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലെയും ഒരു വരിയെങ്കിലുമുണ്ട്. അതിൽ മലയാള ഭാഷയിലെ വരിയാണ് എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. ആ ഒത്തുചേരാൻ, സ്വരങ്ങൾ ഒത്തുചേരാൻ ഒരു ഇടമാണ് ഇന്ന് മനോഹരമായ ഒരു കെട്ടിടമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ ഭാരവാഹികളോടും അതിനോട് സഹകരിച്ച ഇവിടുത്തെ എല്ലാ നാട്ടുകാരോടും അതിന്റെ പണിയെടുക്കാൻ വേണ്ടി അതിന്റെ ആദ്യത്തെ കുറ്റിയടി മുതൽ കുയ്യാട്ട മുതൽ അവസാനത്തെ പെയിന്റ് അടിച്ച് ജനലും വാതിലും സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത് ആശാരി വരെയുള്ള മുഴുവൻ ആളുകളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നതായി ഞാൻ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രാമങ്ങൾ ഉണരുന്നത് നമ്മുടെ വീടുകളുടെ വലുപ്പം വർദ്ധിക്കുമ്പോഴല്ല, പൊതു ഇടങ്ങൾ വളരുമ്പോഴാണ്. നമ്മുടെ സംസ്കാരം ഉണ്ടായത് കിടപ്പുമുറികളിൽ നിന്നല്ല. കിടപ്പുമുറികളിൽ നിന്ന് തലമുറകൾ ഉണ്ടാകും, സംസ്കാരം ഉണ്ടാവില്ല. കിടപ്പുമുറിയിൽ നിന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് സൂര്യപ്രകാശത്തെ നോക്കിയിട്ടാണ് ഭാരത സംസ്കാരം ഉടലെടുത്തത്. ഭാരത സംസ്കാരത്തിന്റെ ആദ്യത്തെ പാട്ട്, ആദ്യത്തെ കീർത്തനം, ആദ്യത്തെ പ്രാർത്ഥന സൂര്യനെയായിരുന്നു. ആ സൂര്യനെ പ്രാർത്ഥിക്കുന്ന കാലത്ത് ശിവനും വിഷ്ണുവും ഗണപതിയും സുബ്രഹ്മണ്യനും ഒന്നും ഇല്ലായിരുന്നില്ല. അവരെ അങ്ങനെ ഒരു ദൈവത്തെ പറ്റി ആരും ചർച്ച ചെയ്തിരുന്നില്ല. വേദങ്ങളുടെ മൂലമന്ത്രമായിരിക്കുന്ന ഗായത്രി അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം നൽകിക്കൊണ്ട് പാടുന്നതായിരുന്നു. കേട്ടിട്ടുണ്ടോ? പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കും ഉഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ധരിച്ചുകൊണ്ടായത് ഏതും ഒരു മതത്തിന്റെ ശബ്ദമാണെന്ന് കേട്ടോ. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഓം അന്നത്തെ തത്വശാസ്ത്രത്തിന്റെ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായിരുന്നു. പ്രകൃതിയുടെ അടിസ്ഥാനപരമായ 3 ഭാവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓം. ഓം എന്നതിനെ 3ആയി പിരിച്ചാൽ ആ, ഉ, അം, കുട്ടി വായിച്ചാൽ ഓം. ആ 3 ശബ്ദങ്ങളുടെ അർത്ഥം ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. പ്രകൃതിയിൽ എല്ലാവരും ഉണ്ടാവുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതാണ് ഓം. പിടികിട്ടിയോ? അത് ഹിന്ദു മതത്തിന്റെ അല്ല, മുസ്ലിം മതത്തിന്റെ അല്ല, എല്ലാ മനുഷ്യർക്കും, ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്.
ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു. മനുഷ്യന് മാത്രം ബാധകമാണ് സത്ത്, പുതിയ സത്യങ്ങളെ അന്വേഷിക്കുന്നു. ആ സത്യം അന്വേഷിക്കുവാൻ വേണ്ടി ആന്തരികമായ വെളിച്ചത്തെ പ്രാർത്ഥിച്ചതാണ്. സൂര്യ, നീ എന്റെ ആന്തരിക വെളിച്ചമാവൂ. ഈ സവിതാവേ, ഈ ഉർവിയെ വരേണ്യമാക്കുന്നവനെ, സവിതുർവരേണ്യം. ആ ശ്ലോകം തീരുന്നത് ധിയോ യോ ന പ്രചോദയാത്, ധീ, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്നാണ്. ഉദിച്ചു വരുന്ന സൂര്യൻ അർഘ്യം കൊടുക്കും. എന്താ ഈ അർഘ്യം എന്നറിയാവോ? ഒരാൾ വീട്ടിൽ വന്നാൽ ഭാരതത്തിൽ അതിഥിയെ സ്വീകരിക്കുന്ന ആതിഥ്യ മര്യാദയാണ് അർഘ്യം. വന്ന് കയറുമ്പോൾ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. അതാണ് അർഘ്യവാദ്യാദികൾ. പണ്ട് ചെരുപ്പൊന്നും ഇല്ലാത്ത കാലത്ത് ഇയാൾ എന്തെല്ലാം വൃത്തികൾ ചവിട്ടിയിട്ടാ വരുന്നു എന്നറിയില്ലല്ലോ. പണ്ട് കക്കൂസും ഇല്ലല്ലോ, വലിയക്കല്ലേ സംഭവം. അതുകൊണ്ട് ആ വൃത്തികേട് അകത്ത് കയറ്റണ്ടെന്ന് കരുതിയിട്ടാണ് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത്. ഇപ്പൊ കാല് കഴുകാൻ വെള്ളം ആകെ ഒരാൾക്ക് എന്റെ നാട്ടിൽ കിട്ടാറുണ്ട്. അതാക്കാന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറ്റുമ്പോ വിളക്കും കൊണ്ട് അമ്മായിയമ്മ നിൽക്കുന്നുണ്ടാവും, അന്നേരം കിണ്ടി വെള്ളം കൊണ്ട് ഒരാൾ അപ്പുറം നിൽക്കുന്നുണ്ടാവും. എന്തിനാ കാല് കഴിക്കുന്നതെന്ന് അറിയാമോ? ഇവളെ കാലുമേൽ വൃത്തികേടുണ്ട് വിചാരിച്ചിട്ടല്ല. അമ്മായി അമ്മ അന്നേരം അവളോട് പറയാ, നിന്റെ വീട്ടിലെ എല്ലാ വൃത്തികെട്ട ശീലങ്ങളും ഇവിടെ കഴുകി കളഞ്ഞേക്കണം, ഇങ്ങോട്ട് കയറ്റണം. അതാണ് ഈ കാല് കഴുകിക്കുന്നതിന്റെ അർത്ഥം. മനസ്സിലായി? ചെരുപ്പുള്ളതുകൊണ്ട് കാല് കഴുകാൻ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കും. ഒരാൾ വീട്ടിൽ പിരിവിന് വന്നാലും, ബോട്ടിന് വന്നാലും, പരാതി പറയാൻ വന്നാലും, ആക്ഷേപിക്കാൻ വന്നാലും, സഹായിക്കാൻ വന്നാലും, ആര് വന്നാലും മുറ്റത്തേറിയാൽ നമ്മുടെ അതിഥിയാണ്. ആ അതിഥിയെ ഒരു ഗ്ലാസ് വെള്ളം, ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ, കാപ്പി ഒന്നും ഇല്ലേ കുഴപ്പമില്ല, ഒരു ഗ്ലാസ് വെറും വെള്ളം കൊടുക്കുക. അതാണ് അർഘ്യം. ഞാനിവിടെ വന്നപ്പോ എനിക്ക് ചായ തന്നു. അല്ലാതെ വന്നിട്ട് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് പോവാൻ നോക്കുമ്പോ നിങ്ങൾക്ക് ചായന്റെ വെള്ളങ്ങാറ്റം വേണാനാവാൻ ചോദിക്കുന്ന വൃത്തികെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് അത് തീർത്തേക്കണം. മനസ്സിലായി? പോവാൻ നോക്കുമ്പോൾ ചായ വെള്ളമാണ് ചോദിക്കരുത്, വന്ന ഉടനെ കൊടുക്കുക. നമ്മുടെ യുവാക്കളോട് പറയണം, ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, കുട്ടികളോട് പറയണം, നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കുട്ടികൾ ഇങ്ങനെ പറയത്തോ മുറ്റത്തോ ഇരിക്കുമ്പോ വീട്ടിൽ ആരെങ്കിലും വന്നാലുണ്ട്, കുട്ടികളോടെ തന്നെ പൊരുത്തിൽ ഇരിക്കുന്ന കാട്ടുപോയി വാർക്കുമ്പോൾ ഒരൊറ്റ പാച്ചൽ ആത്തേക്ക്, അമ്മേ ആരോ വന്നിട്ടാ ഒരൊറ്റ അടി വെച്ചു കൊടുക്കണം. വന്ന മനുഷ്യനാണെങ്കിൽ കടുവയല്ലല്ലോ, പുലിയല്ലല്ലോ വന്നത്. ആ മനുഷ്യനോട് നിങ്ങൾ ആരാണ് ഇരിക്കാൻ പറയാനും ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കാനുള്ള മര്യാദ കുട്ടികളെ പഠിപ്പിക്കണം. അല്ലാതെ അമ്മേ അച്ഛാ ആരോ വന്നിട്ടാ എന്ന് പറയുന്ന സ്വഭാവം നല്ലതല്ല. സാമൂഹ്യ വിരുദ്ധ സ്വഭാവത്തിന്റെ ആരംഭ ലക്ഷണമാണ്. സൂര്യനെയാണ് അർഘ്യം കൊടുത്തത്, സ്വീകരിച്ചുകൊണ്ട് ആ സൂര്യനെ പ്രാർത്ഥിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീട്ടിന്റെ കിടപ്പുമുറിയിലല്ല സംസ്കാരം ഉണ്ടാകുന്നത്, വാതിൽ തുറക്കുമ്പോഴാണ്. പണ്ടത്തെ ആളോട് ചോദിക്കൂ, രാവിലെ ഓർക്കുകഴിഞ്ഞ ആദ്യത്തെ പണി എന്താ? ഇന്നലത്തെ വാതിൽ തുറക്കലാ. ഞാനിപ്പോ അത് ചോദിക്കാനൊക്കെ പേടിയാ. കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് ഞാൻ ചോദിച്ചു, രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താ? ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, രാവിലെ എണീറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാ. ലുങ്കി തപ്പല് ആദ്യത്തെ പണി. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് പൊതു ഇടം, നമ്മുടെ വരാന്ത നമ്മുടെ വീട്ടുകാർക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ മുറ്റം നമ്മുടെ വീട്ടുകാർക്ക് മാത്രമുള്ളതല്ല. ആ മുറ്റത്തേക്കും വരാന്തയിലേക്കും ഇറങ്ങി അവിടെ കിളികൾക്ക് വരാം, പൂച്ചക്ക് വരാം, പട്ടിക്ക് വരാം, പൂമ്പാറ്റകൾക്ക് വരാം, തുമ്പികൾക്ക് വരാം, അയൽവാസികൾക്ക് വരാം. വന്നവരെ ഇരുത്താൻ കസേരയില്ലെങ്കിലും പണ്ടെല്ലാം അവിടെ വന്നവരെ പറയാതെ തന്നെ ഇരുത്താൻ ഒരു ഇരുത്തി കെട്ടുമായിരുന്നു. ഇല്ലേ ഇല്ലേ ഒരു അരപ്പോസ്റ്റ് ഇരുത്തി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? വന്നാളെ ഇരുത്തി, അതാണ് ഇരുത്തി. പൊതു ഇടങ്ങൾ വരാന്തകളാണ്. നമ്മുടെ ഗ്രാമത്തിന് പൊതു ഇടങ്ങൾ വേണം. ഈ വയലൊരു പൊതു ഇടമാണ്. വയലുകളിൽ നിന്നാണ് നാടകങ്ങൾ ഉണ്ടായത്, അറിയുമോ? നാടകത്തിന്റെ സംവിധായകൻ ഇവിടെ മനോജ് അനാമിക ഇവിടെയുണ്ട്. നാടകങ്ങൾ ഉണ്ടായത് ഏതൻസിലെ, നമ്മൾ ഇന്ന് കാണുന്ന ഭാരതത്തിലെ നാടകങ്ങൾ യഥാർത്ഥത്തിൽ കഥകളിയാണ്, തെയ്യമാണ്. അതൊക്കെയാണ് നമ്മുടെ തനത് നാടകങ്ങൾ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റേജിന്മേലുള്ള നാടകങ്ങൾ ആരംഭിക്കുന്നത് ഏതൻസിലെ മൈതാനത്ത്. വർഷത്തിൽ ഒരു ദിവസം എല്ലാവർക്കും ഒത്തുകൂടാം, എന്തും ചെയ്യാം, പാട്ടുപാടാം, ഒരു ദേവനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദേവന്റെ പേര് ദീവന്യാസോസ് എന്നാണ്. ദീവന്യാസോസ് ദേവന്റെ പ്രത്യേകത അറിയുമോ? ദീവന്യാസോസ് ദേവന്റെ പ്രത്യേകത നമ്മുടെ മുത്തപ്പനെ പോലെയാ, കള്ളു കുടിക്കുന്ന, മദ്യപിക്കുന്ന ദേവനാണ്. അതുകൊണ്ട്
ദീവന്യാസോസ്തേവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയവർക്കെല്ലാം മദ്യപിക്കാം, ആർക്കും മദ്യപിക്കാം, ആരും പരാതി പറയില്ല, തട്ടഹസിക്കാം, തുള്ളാം. നമ്മുടെ ഇപ്പൊ DJ ഡാൻസ് എന്നല്ല പറയുന്നതിന്റെ പുറകിൽ ഒരു മനഃശാസ്ത്രപരമായ ഒരു വികാര വിവേചനമുണ്ട്. വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന മനുഷ്യന് തുള്ളാനും ആടാനുള്ള ഒരു ത്വരയുണ്ടാവും. ആ ത്വര ഒറ്റക്കൊറ്റക്ക് തുള്ളാൻ വീട്ടിൽ നിന്ന് വിടൂലല്ലോ. വീട്ടിൽ നിന്നൊരു പാട്ട് പാടാത്ത, വീട്ടിൽ നിന്നൊരു കവിത ചൊല്ലാത്ത, ഒന്നിച്ചൊരു ഡാൻസ് കളിക്കാത്ത ആ വീട്ടിലെ കുട്ടികളാണ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഘോഷയാത്ര എന്ന് പറഞ്ഞ് DJ എന്ന് പറഞ്ഞ് തുള്ളുന്നത്. എല്ലാവർക്കും തുള്ളണമെന്നുണ്ട്. ഞാൻ ഇക്കിഗായി എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു, ജപ്പാനീസ് പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത, ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ഒരു ഗ്രാമത്തെ കുറിച്ചാണ് ആ പുസ്തകം. ആ പുസ്തകം ഒഗിമി എന്ന ഗ്രാമം, ജപ്പാനിലെ ഒരു ഗ്രാമം ഒഗിമി. ആ ഗ്രാമമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദീർഘായുസ്സോടുകൂടി ജീവിക്കുന്നത്. എങ്ങനെയാണ് ആ ദീർഘായുസ് ലഭിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്കൊരു സീറ്റ് കൊടുത്താട്ടെ, അവർക്കൊരു സീറ്റ് കൊടുക്കും. മുമ്പിൽ തിരിഞ്ഞിരിക്കുന്നത് ലഭിച്ചത്, ആ ദൈർഘ്യം ലഭിച്ചതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി 3 ആളുകൾ അവിടെ പോയി അന്വേഷിച്ചു. അവിടുത്തെ ഭക്ഷണമാണോ, അവിടുത്തെ രോഗചികിത്സയാണോ, ആശുപത്രിയാണോ? ഒന്നുമല്ല. അവരെല്ലാവരും നന്നായി തമാശ പറഞ്ഞു. അവർ ഭക്ഷണം കഴിച്ച ഉടനെ മുറ്റത്തിറങ്ങി ഡാൻസ് കളിക്കും. അത് പ്രായമുള്ള അയാളൊന്നും ചെറിയ കുട്ടികളൊന്നും നോക്കില്ല. എല്ലാവരും പൊട്ടി പൊട്ടി ചിരിക്കും. അവർ രാവിലെ എണീറ്റ ഉടനെ പരസ്പരം ഗുഡ് മോർണിംഗ് പറയും. നമ്മൾ ചില ആളുകൾ രാവിലെ എണീറ്റ ഉച്ചവരെ ഗുഡ് മോർണിംഗ് ആയിരിക്കും വാട്സപ്പിൽ. സ്വന്തം ഭാര്യയോടും മക്കളോട് ഒരു ഗുഡ് മോർണിംഗ് പറയുക. സ്വന്തം ഭാര്യയോടും മക്കളോട് ഗുഡ് മോർണിംഗ് പറയാ ഇല്ല, ലോകരോട് പറയും. ചില ആളെ ഗുഡ് മോർണിംഗ് കൊണ്ട് ശല്യമാണ്. ഇത് ഒരുപാട് വന്ന് നടന്നിട്ട് സ്വന്തം അടുത്തുള്ളവരോട് പറയില്ല. നമ്മൾ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞവരെ ഐ ലവ് യു എന്ന് 100 പ്രാവശ്യം അയക്കും വാട്സപ്പിൽ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഐ ലവ് യു. ഭാര്യ ഭർത്താവിനോടോ, ഭർത്താവ് ഭാര്യയോടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്, എനിക്ക് ആത്മാർത്ഥമായി നിന്നോട് പ്രണയമുണ്ടെന്ന് ഭർത്താവും ഭാര്യയും പറയാൻ പാടില്ലാത്ത വാക്കാണോ? എന്നാ പറയേണ്ടവർ പറയാതെ പറയാൻ പാടില്ലാത്തവർ പറയുന്ന വാക്ക് ഒരു കടകഥയാ. പറയേണ്ടവരൊന്നും പറയാതെ പറയാൻ പാടില്ലാത്തവർ പറയുന്ന വാക്കായിട്ട് ഐ ലവ് യു മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഐ ലവ് യു പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു LIC ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, എന്താ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഐ ലവ് യു പറയാത്തത്? അപ്പൊ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, അതെന്താ പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രചരണം അതാണ്. അപ്പൊ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രചരണം മാത്രമാണ് ഐ ലവ് യു. അങ്ങനെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും പരിഗണിക്കുകയും തലോടുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ആ ഒഗിമി. അതുകൊണ്ടാണ് അവർക്ക് ആയുർദൈർഘ്യം. നമ്മൾ കട്ട മസിലും പിടിച്ചിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് സ്വരം പാലോറമുക്ക് നമ്മുടെ സ്വരമായി മാറണം. മനുഷ്യൻ കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വന്നത് അട്ടഹാസത്തിൽ നിന്നും മെല്ലപ്പറച്ചിലേക്ക്, സ്വരത്തിലേക്ക് വന്നപ്പോഴാണ്. പണ്ട് കാട്ടാളന്മാരായിരുന്നല്ലോ. വസ്ത്രം ധരിക്കാത്ത, ഭക്ഷണം ഉണ്ടാക്കി ഉണ്ണാത്ത, വീട് നിർമ്മിക്കാത്ത, മരത്തിന്റെ ചുവട്ടിലും ഗുഹയ്ക്കുള്ളിലും കിടന്നുറങ്ങുന്ന, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചൊരു കാലമുണ്ടായിരുന്നല്ലോ. ഹോമോസോപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവർഗത്തിന്റെ ആദിമ രൂപം. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ ഉള്ള കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് ദൈവമില്ല, മതമില്ല, അന്ന് ഭാഷയില്ല, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അട്ടഹാസം. ഏഹേ ഓഹോ, ഇതായിരുന്നു അന്നത്തെ ശബ്ദം. എൻ്റെ വീടിന്റെ മുന്നിലത്തെ വയലിന്റെ അപ്പുറത്താണ് കാപ്പുമൂന്ന്. ആ കാപ്പുമൂന്നുള്ള ജാനു എന്ന് പറയുന്ന പെണ്ണുങ്ങളെ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചിഴുതിയമ്മയുണ്ട്. രാവിലെ നാട്ടിക്ക് പോകാൻ വേണ്ടി ഒരു വിളി. നാട്ടി എന്ന് പറഞ്ഞാൽ അറിയാവോ? കുട്ടികൾക്കൊന്നും അറിയില്ല. ഞാറ് മുളച്ചു കഴിഞ്ഞാൽ അത് പറിച്ച് നാട്ടണം. അതാ നാട്ടി. കൊടി നാട്ടി എന്ന് പറയും പോലെ ഞാറ് നാട്ടി, അതാ നാട്ടി. ആ നാട്ടിക്ക് പോകാൻ വേണ്ടി വിളിക്കും, ജാനുവേ. അന്നേരം ജാനു ഓ, അതെന്തൊരു ലയമുള്ള ശബ്ദമാണ്. ഇതാണ് ദേവരാജ മാഷി ചൊല്ലുവിളി, വഞ്ചിക്കാരുടെ ചൊല്ലുവിളി. കർഷകരുടെ അങ്ങോട്ടിങ്ങോട്ട്, ഇന്നലെ അന്തിക്കങ്ങോട്ടിങ്ങോട്ട് ഈ വഴി തൻ മധുനിലയങ്ങൾ തേടി ഗമിച്ചൊരാ ഗ്രാമീണർ പേർത്തികമടങ്ങുമ്പോൾ തമ്മിലോതിയിടും താമ്പൂലാർദ്രമാം കുശലോക്തി കേട്ടു.
വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയാണ്. അത്തരത്തിലുള്ള ആ ശബ്ദത്തിൽ നിന്നാണ് ദേവരാജ മാഷ് സ്വർണ്ണക്കോടി മരം നട്ടു പീഡിപ്പിച്ച പൊന്നമ്പലത്തിന്റെ മുറ്റത്തു വച്ചു ജാനുവേ ആയിരുന്നു മോഷ്ടിച്ച അയാള് കേട്ടോ ആ പാട്ട്, അതിന്റെ ഹമ്മിങ്. അത്തരത്തിൽ ചൊല്ലുവിളികൾ, അട്ടഹാസങ്ങൾ ഒച്ചത്തിലാണ്. അന്ന് വീടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റാ നടക്കും, എത്തിയെടുത്ത് കിടക്കും, പിന്നെയും നടക്കും. സ്ഥിരവാസമില്ല, വീടില്ല, കൃഷിയില്ല, ഒന്നുമില്ല. അങ്ങനെ നടക്കുമ്പോ അന്ന് 2 ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ, ആണും പെണ്ണും മാത്രം. ആണു ജാതിയും പെണ്ണു ജാതിയും. വേറെ നമ്പ്യാറും നായരും തീയനും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയൊന്നുമില്ല. അപ്പൊ ഇടയ്ക്ക് ഈ ഭക്ഷണം തേടി പോകുമ്പോ പെണ്ണു ജാതി കാണിന്റെ കൂടെ പോകാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ആണിന്റെ അമ്മ പെണ്ണ്, പെണ്ണിന്റെ അമ്മയും പെണ്ണ്, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം. കേട്ടിട്ടുണ്ടോ? കുഞ്ഞിന്റെ മാഷ കവിതയാ. ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാൻ. ഗർഭിണിയായി നടക്കുന്നതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതും എല്ലാം പെണ്ണാ. അപ്പൊ ഇവക്ക് ഈ ഗർഭം കൊണ്ട് മരത്തുമ കയറാൻ പറ്റൂല, മൃഗങ്ങളുടെ പുറകെ ഓടാൻ പറ്റില്ല, കുട്ടീനെയും കൊണ്ട് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ ഗുഹക്കകത്ത് ഇരുത്തിയിട്ട് ബാക്കി കാട്ടാളന്മാര് ശേഖരിച്ച ഭക്ഷണത്തിന്റെ തിന്നും കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഇവക്ക് കൊണ്ടു കൊടുക്കും. അവളത് തിന്നിട്ട് അതിന്റെ തൊലിയും കുരുവല്ലും ഇല്ലേ വായിക്ക് പിടിക്കാത്തത്, അതെല്ലാം അന്ന് ചവിട്ടുമ്പം തുറക്കുന്ന മൂടിയുള്ള പാത്രമൊന്നുമില്ല. എല്ലാ വീട്ടിലും ഇല്ലേ ചവിട്ടുമ്പം തുറക്കുന്ന മൂടിയുള്ള ഒരു പാത്രം? അതൊന്നും ഇല്ല, വേസ്റ്റ്. അത് ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിയും. എന്നിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുക. കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ട് പുറത്ത് മഴ പെയ്തു. ആ മഴയത്ത് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ ആ കുരു കുതിർന്നു. ആ കുതിർന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് KM മാണിയുടെ ചിഹ്നം പൊങ്ങി വന്നു. 2 ഇല. ആ 2 ഇല 4 ഇല 8 ഇല 10 ഇല ആയപ്പോഴാണ് ആ എലിയെ തന്നെ സൂക്ഷിച്ചു നോക്കുക. അന്നും 24 മണിക്കൂറുണ്ട്. അന്നും പകലിനും രാത്രിക്കും ഇതേ ദൈർഘ്യമുണ്ട്. മറ്റൊരു പണിയില്ല. സീരിയൽ കാണണ്ട, ആടുജീവിത സിനിമക്ക് പോണ്ട, കുടുംബശ്രീ യോഗത്തിന് പോണ്ട, മൊബൈലിൽ വാട്സപ്പിലോ ഫേസ്ബുക്കും നോക്കണ്ട, ഇൻസ്റ്റാഗ്രാമും നോക്കണ്ട, ഒന്നുമില്ല. അടിച്ചു വാരണ്ടല്ലോ, വീടില്ല. ഇത് സുഖേനല്ലേ? ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ, ഭക്ഷണം ഇല്ല. ഭക്ഷണം കിട്ടും പച്ചരുത്തുന്നില്ല. അലക്കണ്ടല്ലോ, വസ്ത്രമില്ല. കുളിക്കണ്ടല്ലോ, സോപ്പില്ല. ഒന്നുമില്ലാതെ ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക. ഈ 4 പണി മാത്രം, മൃഗങ്ങളുടെ പണി മാത്രം എടുക്കുന്ന ആ കാലത്ത് ഈ കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ട് ഇവള് ഗുഹാമുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ ഇലയെ തന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആദ്യത്തെ ഐഡിയ ഉണ്ടായത്. എന്താ ഐഡിയ? ഏത് മരത്തിൽ നിന്ന്, ഏത് വള്ളിയിൽ നിന്ന്, ഏത് ചെടിയിൽ നിന്നാണ് ഈ പഴം പറിച്ചെടുത്തത്, അതേ മരത്തിന്റെ, അതേ വള്ളിയുടെ, അതേ ചെടിയുടെ കായാണ് ഈ ഇതിനകത്ത് പുറത്തു വരുന്നത്. ഈ കുരുവിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന അതേ കായാണ്, അതേ ഇലയാണ്. അപ്പൊ കുരുവിന്റെ അകത്ത് മരമുണ്ട് എന്നുള്ളത് ആദ്യത്തെ കണ്ടുപിടുത്തം. നട്ടമുളക്കും. അതുവരെ ഭക്ഷണം ഉള്ളെടുത്ത് പോയി തിന്നല. ആദ്യമായിട്ട് താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാമെന്ന ചിന്തയുണ്ടായി. ഈ ചിന്തയാണ് തന്നെ കൂട്ടുകാരോട് പങ്കിടാൻ വേണ്ടി ഏഹേ എന്ന് വിളിച്ചത്. അപ്പൊ ഓഹോ എന്ന് പറഞ്ഞ് ഓടി വന്നു. അങ്ങനെ ഓടി വന്നിട്ട് 4 മൂലക്കുന്ന് കാട്ടാളന്മാര് വന്നു. ഇവളും കൂടി 5 ആള് വട്ടത്തിൽ ഇരുന്നിട്ട് ഇത് പറയാം, ഭാഷയുണ്ടോ, എഴുതി കാണിക്കാൻ എഴുത്തുണ്ടോ, ഒന്നുമില്ല. വട്ടത്തിൽ ഇരുന്നിട്ട് എന്തെല്ലോ ആംഗ്യങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇത് നട്ടാ മുളച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തിന്നാം. അങ്ങനെയാണ് അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ പുന്നെല്ലിൻ പൂങ്കരളേ എന്ന പാട്ട് കേട്ടില്ല? അങ്ങനെ വിത്തിട്ടപ്പോഴാണ് അവൻ സ്ഥിരവാസമായത്. ഇത് മുളക്കുവോ, മുളച്ചാ പൂക്കുവോ, പൂത്താ കായ്ക്കുവോ, കായ്ച്ചാ രുചി ഉണ്ടാവോ എന്ന് അറിയാൻ ആദ്യമായിട്ട് അവൻ സ്ഥിരവാസമാക്കി. ആ സ്ഥിരവാസമാക്കിയപ്പോഴാണ് ആ താമസിക്കുന്നിടത്ത് മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതിരിക്കാൻ മേൽക്കൂരി ഉണ്ടാക്കിയത്. മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ മണ്ണുവാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറക്ക് ചുറ്റുവട്ടം അകത്ത് മൃഗങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അതിന് ചുറ്റുവട്ടം പനിയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും കല്ലുരുട്ടി അട്ടിവെച്ചിട്ടും ചുമരുണ്ടാക്കിയത്. ആദ്യത്തെ വീടുണ്ടായി. കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അടുത്തിരുന്നപ്പോ അങ്ങനെ ആ നട്ട് മുളച്ചു വന്നത് പറിച്ചെടുത്തിട്ട് പങ്കുവെച്ച് തിന്നപ്പോഴാണ് അവൻ ആദ്യത്തെ ആനന്ദം ഉണ്ടാക്കിയുണ്ടതിന്റെ ആനന്ദമുണ്ടായത്. അതുവരെ അട്ടഹാസം മാത്രം ഉണ്ടായിരുന്നവൻ 5 ആൾ ഒത്തുകൂടിയപ്പോ, 5 ആൾ ഒത്തുകൂടുന്നതിന് എന്താ സംസ്കൃതത്തിൽ പറയാന്നറിയോ? 5-ന് സംസ്കൃതത്തിൽ പഞ്ചോ എന്ന് പറയും, ഒത്തുകൂടുന്നതിന് അയത്ത് എന്ന് പറയും. 5 ആൾ ഒത്തുകൂടുന്നതിനാ പഞ്ചായത്ത് എന്ന് പറയും. മനസ്സിലായോ?
അഞ്ചാള് 4 മൂലക്കുന്ന് വന്ന 4 ആളും വിളിച്ചു ചേർത്ത് ഒരാളും അതാ 5. അങ്ങനെ ഈ പഞ്ചായത്ത് എന്ന വാക്ക് വന്നത്. അങ്ങനെ ഒത്തുചേർന്നിട്ട് അടുത്തിരുന്നപ്പോ അട്ടഹാസം മെല്ലപ്പറച്ചിലായി. ദൂരെയുള്ള ആളോട് പറയുന്നതിന് പകരം അടുത്തുള്ള ആളോട് പറയാൻ തുടങ്ങി. അട്ടഹാസം കാട്ടാളന്റെ ഒച്ച. കാട്ടാളന് പറയാ നിഷാദൻ, അല്ലേ? നിഷാദൻ, നിഷാദന്റെ ഒച്ച നിഷാദം. സപ്തസ്വരങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടോ? നിഷാദം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. അബ്ദുള്ള സിനിമ എടുക്കുക. അതിൽ മോഹൻലാലും കൈതപ്പുറം കൂടി മത്സരിച്ച് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ദേവസഭാതലം രാഗിലമാകുവാൻ ഗാനമയൂഖമേ സ്വാഗതം. പാട്ട് കേട്ടില്ലേ? ദേവസഭാതലം രാഗിലമാകുവാൻ ഗാനമയൂഖമേ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം എന്ന് പറഞ്ഞ് അവസാനം നിഷാദം എന്ന് പറഞ്ഞപ്പോ ആനന്ദം, അനന്താനന്ദം, ജഗദാനന്ദം, സംഗീതം എന്ന് പറഞ്ഞിട്ട് നിഷാദത്തിന്റെ വിവിധ ഭാവങ്ങളിലേക്ക് ഒരു പോക്കിട്ട് പോകുന്നതല്ലേ. അട്ടഹാസം ഉച്ചസ്ഥായി നിഷാദം, നീചസ്ഥായി അനുദാത്തം. അതാണ് സ്വരം, സ്വരിതം. മനസ്സിലായി? ഉദാത്തം, അനുദാത്തം, സ്വരിതം. ശബ്ദത്തെ ക്രമീകരിച്ച് പറയുന്നത് സ്വരിതം. മെല്ലെ പറയാൻ തുടങ്ങിയപ്പോ സംസ്കാരം ഉണ്ടായി. നിങ്ങളുടെ വീട്ടിൽ രാവണനാണോ രാമനാണോ തീരുമാനിക്കാൻ എന്താ മാർഗം? രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി. രാവണൻ എന്ന വാക്കിനർത്ഥം ബഹളം വെക്കുന്നവൻ എന്നാണ്. രവമുണ്ടാക്കുന്നവൻ, ഒച്ചപ്പാടുണ്ടാക്കുന്നവനാണ് രാവണൻ. എന്നാ മെല്ലെ പറയുമ്പോൾ നമ്മൾ മനുഷ്യനായി. രാവണവധം എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ബഹളത്തെ ഇല്ലാതാക്കി ശാന്തതയിലേക്ക് എത്തുക എന്നതാണ്. മെല്ലെ പറയുക. മക്കളെ വിളിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ മിക്ക വീട്ടിലും കുട്ടികളെല്ലാം സ്കൂളുണ്ടല്ലോ. ചില വീട്ടിൽ നിന്ന് കേൾക്ക അട്ടഹാസന്റെ അമ്മൂ. എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരു സുലോചനച്ച് ഇറ്റിങ്ങളെയും കൊണ്ട് ഞാൻ സ്കൂൾ തുറന്നാ മതിയപ്പാ. ഞാൻ ഒരൊറ്റ ആട്ടിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു 7 കൊല്ലം തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിൽ വേണുഗോപാല ഡോക്ടറിന്റെ മരുന്ന് കുടിച്ചിട്ടുണ്ടായ മക്കളല്ലേ എനിക്കിതല്ലോ. എന്നിട്ട് ഇപ്പൊ ഈറ്റിങ്ങള് തിന്നുകൂട്ടുന്ന വർഗം അല്ലേ? ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലല്ലേ? ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലല്ലേ? ഈറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്നുകൂട്ടുന്ന വർഗം അല്ലേ? ഭാര്യ പ്രസവിച്ച ഭാര്യക്കും ഭാര്യന്റെ അമ്മക്കും തിന്നാനുള്ള പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് നാട്ടിൽ. ഇവിടെ ഉണ്ട് അത്. ഭാര്യക്കും ഭാര്യന്റെ അമ്മക്ക് തിന്നാനുള്ള പൈസ. പക്ഷെ ഇംഗ്ലീഷിലെ പറയൂ. തിന്നുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഈറ്റിന്റെ പൈസ കൊണ്ട് കൊടുക്കില്ല. ഈറ്റിങ്ങൾ മനസ്സിലായി? അങ്ങനെയൊന്നല്ല ഈറ്റിന്റെ അർത്ഥം പറയാൻ തമാശ പറഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് ശബ്ദം ഓടിയും ചാടിയും മുഖരിതമാകട്ടെ വീട്. കുട്ടികളെ വിളിക്കുന്നത് എങ്ങനെയാ? സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ട് ചെക്കൻ എണീറ്റിട്ടില്ല, വീഡിയോ അടുപ്പത്തൊന്നും ആയിട്ടില്ല, മൂരി തെളിക്കുമ്പോൾ തെളിച്ചിട്ട് കുട്ടികളെ വിളിക്കുന്നത് എന്ത് ഭീകരമാണ്. അടുത്തു പോയി ഇരുന്നിട്ട് ഉറങ്ങുന്ന കുട്ടികളുടെ മുഖത്ത് അല്പനേരം നോക്ക്. രാവിലെ കുട്ടികളെ ഉണർത്തിയിട്ട് നേരെ നിങ്ങൾ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കല്ലേ? രാവിലെ കുട്ടികളെയും കൊണ്ട് വാതിൽ തുറന്നിട്ട് വരാന്തയിലേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തുകൂടി ഒന്ന് നടന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ നോക്കൂ. ആ പൂക്കൾ നന്നായിട്ട്, നിങ്ങളുടെ വീട്ടിൽ മിക്ക വീട്ടിൽ ഇപ്പൊ പൂക്കളുണ്ടല്ലോ, നല്ല ചെടികളുണ്ടല്ലോ. ആ പൂക്കൾ നട്ടു വളർത്തിയിരിക്കുന്നത് റോഡുമല പോന്ന കാണിക്കാനല്ല. അവര് കണ്ടിട്ട് ആയി നല്ല പൂവ് എന്ന് ആരും പറയില്ല. ഹായ് സുഷമേന്റെ വീട്ടിലെ പൂവ് നല്ല പൂവല്ലോ എന്ന് ഒരാളും പറയില്ല. ഓ ഇവിടെ വലിയ പൂ വളർത്തുന്ന ആൾ, അതിൽ നല്ല പൂ എന്റെ വീട്ടിലുണ്ടല്ലോ എന്ന് അസൂയായിരിക്കും പലർക്കും. ആ പൂവ് നിങ്ങൾക്ക് ആസ്വദിക്കാനാണ്, നിങ്ങളുടെ മക്കളെ കാട്ടിക്കൊടുക്കാനാണ്. ആ പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഒരു കാമണിക്കൂർ നേരം വരാന്തയിലും മുറ്റത്തും നടന്നിട്ട് പ്രകൃതിയോട് സല്ലപിച്ചിട്ട് മാത്രമേ നിങ്ങൾ അടുക്കളയിലേക്ക്. ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി രാവിലെ ഓർക്ക് കഴിഞ്ഞാൽ 3 മിസൈലിന് തീ കൊടുക്കുന്ന 3 മിസൈലിന് തീ കൊടുത്തിട്ട് ഗാസയിലേക്ക് വിടും. അതിന് ശേഷം അവർ പല്ലിലേക്ക് പോലും. അത്രയും ഭീകരന്മാരാണ്. നമ്മൾ എഴുന്നേറ്റ ഉടനെ 3 തീ കൊടുക്കൽ 3 നടത്തും. ഏത് 3 അടുപ്പിന് തീ കൊടുക്കും അല്ലെ? അടുക്കളയെ കരിയാ തിന്നാനുള്ള ഭക്ഷണം. അവന്റെ മനസ്സിന് സ്വരം കൊടുത്തോ നിങ്ങൾ? അത് സുവരമാണ്. സു എന്ന് പറഞ്ഞാൽ നല്ലതാ. സു എന്ന് പറഞ്ഞാൽ നല്ലത്. വരം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന മനോഹരമായ അനുഗ്രഹമാണ് സുവരം, സ്വരം. ആ സ്വരം,
ആ സ്വരം പറഞ്ഞിട്ടാണ്. പക്ഷെ സ്വരത്തിന്റെ ഒരു കുഴപ്പം ഉണ്ടാകുമ്പോൾ മരിച്ചു വീഴും എന്നുള്ളതാണ്. ഇവിടെ സ്വരത്തിന് സ്ഥിരമായിട്ട് മരിച്ചു പോകാത്തൊരു കെട്ടിടം ഉണ്ടാക്കിയല്ലോ. അന്നത്തെ കാട്ടാളനെ ശബ്ദം കൊണ്ട് പറയുന്നതെല്ലാം കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോ ഇവിടുന്ന് പ്രസംഗിക്കുന്നത് ഒരു 80 കിലോമീറ്റർ അപ്പുറത്തുള്ള എന്റെ വീട്ടിൽ കേൾക്കുന്നില്ലല്ലോ. ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കുന്നത് നാളെ നിങ്ങൾ കേൾക്കുമോ? ഇതിവിടെ ഇങ്ങനെ എക്കോ ആയിട്ട് ഹലോ 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 എന്ന് പറഞ്ഞ് നിൽക്കുവോ? കാലപരിമിതിയുണ്ട് ശബ്ദത്തിന്, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. ദേശപരിമിതിയുണ്ട്, ഒരു നിശ്ചിത അകലത്തിലേ പോവും, അതിന്റെ അപ്പുറം പോവില്ല. അവിടെ തീരും. കാലദേശ പരിമിതികളിൽ നമ്മുടെ അറിവുകൾ കെട്ടിയിടപ്പെടുന്നു. അത് കാലത്തെയും ദേശത്തെയും ഉല്ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ, പല കാലത്തിലേക്കും ദൂരദേശത്തിലേക്കും പോകാൻ എന്തുണ്ട് മാർഗമെന്ന് കാട്ടാളന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാട്ടാളൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ആ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്ന മട്ടിൽ ചോദിക്കുക കാട്ടാളൻ പക്ഷിയോട്. ഇപ്പൊ പക്ഷി ചിറകടിച്ച് ചിലക്കുന്നു. അത് ഭാഷയില്ലാത്തത് കൊണ്ട് പക്ഷിയുടെ ചിറകടിയും ഭാഷയാണെന്ന് വിചാരിച്ചു പോയി. തന്നോട് പറയുക, പക്ഷി നിന്റെ ഉള്ളിലുള്ള അറിവുകൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള തൂലികയാണത്, അത് മഷിയിൽ മുക്കി എഴുതൂ. അതിന് മഷി എവിടെ? അപ്പൊ കദളിച്ചെടി കാറ്റത്തിങ്ങനെ ഇലകൾ ആടുമ്പോ കാട്ടാളം വിചാരിച്ചു എന്നെ മാടി വിളിച്ച ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാന്ന്. അതിന്റെ അടുത്തേക്ക് പോയപ്പോ കദളിച്ചെടി ഇയാളോട് പറയാ, ബലമർമ്മരങ്ങളിലൂടെ എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് ആ മഷിയിൽ മുക്കി എഴുതടാ. മഷി കിട്ടി, എഴുതാൻ കടലാസ് വേണ്ടേ? കടലാസ് എവിടെ? ആ കടലാസ് അപ്പോ പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. പൂതണക്കിന്റെ പ്രത്യേകത കിഴങ്ങിന്റെ തൊലി പൊളിക്കും പോലെ പല തൊലി പൊളിച്ചെടുക്കാം. അതാണ് അതിന്റെ തോലിന്റെ പ്രത്യേകത. പൂതണക്ക് പറഞ്ഞു എന്റെ തൊലി പൊളിച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കടോ. അവിജ്ഞാന ശാകുന്നുള്ള നാടകം എഴുതിയത് പൂതണക്കിന്റെ തൊലിയിലാണ്. സംസ്കൃതത്തിൽ അതിന് പറയും ഭൂർജപത്രം എന്നാണ്. ഭൂർജവൃക്ഷം എന്നാണ് പൂതണക്കിന്റെ സംസ്കൃതം. അതുകൊണ്ട് ഭൂർജപത്രം. അപ്പൊ കടലാസ് കിട്ടി, ഭൂർജപത്രം. മഷി കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്തത്. തൂലിക കിട്ടി, പക്ഷി കൊടുത്ത തൂവല്. അടുത്ത ചോദ്യം എന്താ എഴുതേണ്ടത്? ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടു പോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ONV കുറുപ്പിന്റെ സ്നേഹാക്ഷരങ്ങൾ എന്ന കവിതയാണിത്. അങ്ങനെ അക്ഷരങ്ങൾ, ശബ്ദം അക്ഷരങ്ങളിൽ ലിപികളായി മാറുന്നു. അപ്പോഴേക്ക് ഇവൻ നട്ടതെല്ലാം മുളച്ച് പറിച്ചെടുത്ത് കഴിച്ച് അവന് ഒരു സംസ്കാരമുണ്ടായി. ആ നടുന്നതിന്റെ താളമുണ്ടായി. ആ വയലുകളിൽ കൊയ്ത്തു കഴിഞ്ഞപ്പോ പാടങ്ങൾ അടുത്ത മഴ വരെ വിശാലമായി കിടക്കുമ്പോ ആ പാടങ്ങളിൽ വായക്ക് തോന്നിയ വാക്കുകൾ ഒത്തുകൂടിയിട്ട് വെള്ളേരിക്കണ്ടത്തിലെ കരക്കണ്ടത്തിൽ സ്റ്റേജ് കെട്ടി ഓഡിയൻസ് താഴെക്കണ്ടത്തിൽ ഇരുന്നിട്ട് പറഞ്ഞ നാടകങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ പണ്ട്. വെള്ളേരി നാടകങ്ങൾ കേട്ടിട്ടുണ്ടോ? വെള്ളേരിക്കണ്ടത്തിൽ ഉണ്ടാക്കിയ നാടകങ്ങൾ, ആരും എഴുതാത്ത ഒരു പറ്റം ആളുകളുടെ കൂട്ടമായ ഭാഷയിൽ നിന്ന് തനിയെ മുളച്ചു വന്ന നാടകങ്ങൾ, നമ്മുടെ നാടൻപാട്ട് പോലെ ഉയർന്നു വന്ന നാടകങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണത് ഈശൈ, നമ്മുടെ സ്വന്തം നാടകങ്ങൾ പോയി. ഈശൈ നാടകം, തമിഴ്നുള്ള ഈശൈ നാടകങ്ങൾ, സംഗീത നൃത്ത നാടകങ്ങൾ, ശൈലി പാട്ടും പാടിയിട്ട് അഭിനയിക്കുന്ന നാടകങ്ങൾ ഉണ്ടായി. അങ്ങനെ പാട്ടും പാടി അഭിനയിക്കുന്ന നാടകങ്ങളുടെ കാലത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നല്ല അഭിനേതാവായിരുന്നു, നാടക സംഘത്തിലെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. നാടകത്തിന് അന്ന് കർട്ടൻ ഇല്ല, ടാർപ്പായി ഇല്ല, മൈക്കില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. പെട്രോമാക്സിന്റെ ലൈറ്റിലാണ് നാടകം കളിക്കുക. പെട്രോമാക്സിന്റെ ലൈറ്റിൽ അന്ന് കർട്ടൻ എന്ന് പറയുന്നത് കുറെ വീട്ടിലെ കമ്പിളിയും പുതപ്പെല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് മുള്ളൂത്തിയോണ്ട് പിന്നോട്ട് തുന്നി കുത്തി കെട്ടിയിട്ട് അതും വെച്ചിട്ടാണ് ഒരു പ്ലാസ്റ്റിക് ചാരിട്ടുമ്പോൾ ഇങ്ങനെ കോർത്ത് വെക്കും. എന്നിട്ട് ഒരാള് ആണിയെടുക്കുന്ന ഒരു കൊളുത്തില്ലേ ചുറ്റിക, അതും കൊണ്ട് കൊളുത്തിയിട്ട് പായും. എന്നിട്ടാണ്, അതാണ് കർട്ടൻ വലിക്കൽ. പെട്രോമാക്സ് കാറ്റടിക്കാൻ അറിയുന്ന വിദ്വാനാണ്. ഇതിന്റെ സാങ്കേതിക വിദ്യ എല്ലാവർക്കും അറിയില്ല. പെട്രോമാക്സ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു അത്ഭുതമുള്ള സാധനം പെട്രോമാക്സ്.
മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതെങ്ങനെയായി ഒരു LED ബൾബിനേക്കാൾ വെളിച്ചത്തിൽ കത്തുന്നതെന്ന് എനിക്കൊരു ഇപ്പോഴും അത്ഭുതമാണ്. ആ പെട്രോമാക്സ് കത്തിക്കാൻ അറിയുന്നവനായിരുന്നു ഹനുമാനായിട്ട് വേഷം കെട്ടിയത്. ലങ്കയിലേക്ക് ചാടാൻ ജാമ്പവാൻ പറയുന്ന രംഗത്ത് നോക്കുമ്പോൾ പെട്രോമാക്സിന്റെ കാറ്റ് കുറഞ്ഞു വരുന്നു. ഇപ്പൊ ചാടുന്ന രംഗം അവതരിപ്പിക്കാൻ ലൈറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഹനുമാൻ ചാടടാ ലങ്കയിലേക്ക് എന്ന് ജാമ്പവാൻ പറയുമ്പോ ഹനുമാൻ അറിയാണ്ട് പറഞ്ഞുപോയി കാറ്റടിച്ചിട്ട് ചാടാന്ന്. കാറ്റടിച്ചിട്ട് പെട്രോമാക്സിന് കാറ്റടിച്ചിട്ട് ചാടാന്ന് പറഞ്ഞതിന് അബദ്ധം മനസ്സിലായത് ഇത് എല്ലാവരും കേട്ടും പോയി. ഉടൻ തന്നെ ജാമ്പവാൻ പറഞ്ഞു, നിന്റെ പിതൃഭക്തിയോട് എനിക്ക് അല്ലാത്ത പ്രീതി തോന്നുന്നു. ഹനുമാൻ എവിടത്തേക്ക് പുറപ്പെടും? അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന മോനല്ലേ, കാരണം കാറ്റിന്റെ മോനല്ലേ ഹനുമാൻ. കാറ്റടിച്ചിട്ട് ചാടാന്ന് പറയുന്നത് വായുദേവൻ വരട്ടെ എന്നാ പറഞ്ഞെന്ന് അതിന്റെ ഒട്ടം തന്നെ വ്യാഖ്യാനിച്ചു. അങ്ങനെ അന്ന് അപ്പൂപ്പന് ഒരു നല്ല നാടക പുസ്തകം കിട്ടി പോലും, പുരാണ നാടക. ആ പുരാണ നാടകം അവതരിപ്പിക്കാൻ ഒരു പുസ്തകം കിട്ടുക എന്ന് പറഞ്ഞ വലിയ അത്ഭുതമാണ്. അപ്പോൾ റെഡിയായി അന്വേഷിച്ച് സംവിധായകൻ ശശിമാഷ് സംഘടിപ്പിച്ചു. അങ്ങനെ നാടകമൊക്കെ അവതരിപ്പിക്കാൻ കണ്ടൊക്കെ വൃത്തിയാക്കി നാടകം പഠിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം, അഭിനയിക്കാൻ അതിൽ പാഞ്ചാലിയായിട്ട് വേഷം കെട്ടാൻ ഒരു പെണ്ണ് വേണം. ഒരൊറ്റ പെണ്ണ് നിൽക്കുന്നില്ല. പുസ്തകം വായിച്ച അപ്പാട്, സ്ക്രിപ്റ്റ് വായിച്ച അപ്പാട് പറയും ഞാനില്ല എന്ന്. ആരും നിൽക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? പാണ്ഡവരും കൗരവരും തമ്മിൽ ചൂത് കളിച്ചിട്ട് പാണ്ഡവര് തോറ്റുപോവുകയും പാണ്ഡവരുടെ ഭാര്യയെ പണയം വെക്കുകയും അവസാനം പാഞ്ചാലി ദുര്യോധന്റെ അടിമയാവുകയും എന്നിട്ട് പാഞ്ചാലിയുടെ വസ്ത്രം ദുശാസനൻ സ്റ്റേജിൽ നിന്ന് നയിക്കണം. അപ്പൊ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വട്ടം ചുറ്റണം. അപ്പൊ ഈ സാരി അയക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു നടിയും അഭിനയിക്കാൻ തയ്യാറുന്നില്ല. സ്റ്റേജിൽ നിന്ന് സാരി അയക്കാൻ ആരും വിടുവോ? അങ്ങനെ ഒരു നടിയും നിൽക്കാത്തപ്പോ നാടകമോഹം പൊലിഞ്ഞു പോകുന്നൊരവസ്ഥ വന്നപ്പോ നമ്മുടെ ചാന്തുകൊട്ടിലെ ദിലീപിനെ പോലത്തെ ഒരുത്തം പറഞ്ഞു, ഞാൻ മീശ പഠിച്ചിട്ട് പെണ്ണുങ്ങളെ വേഷം കെട്ടാ, പക്ഷെ ഞാൻ ആ കെട്ടുന്ന ആരോട് പറയാറേ ആയിക്കോട്ടെ എന്നാരും അറിയണ്ട. അഭിനയിക്കുന്നവരും കമ്മിറ്റി പ്രസിഡന്റും സംവിധായകനും മാത്രം അറിയും ഇതാണ് പെണ്ണിന്റെ വേഷം കെട്ടുന്നത്. ഇന്നിഷ്ടം പോലെ ആണ് പെണ്ണിന്റെ വേഷം കെട്ടുന്നത്. എത്ര കോമഡി പരിപാടികളുണ്ട്. അന്നൊരു അപൂർവം. അങ്ങനെ രഹസ്യമായ റിഹേഴ്സൽ നടക്കുമ്പോൾ ഒരു പ്രശ്നം, ഈ പാഞ്ചാലിന്റെ ചേരി അയച്ചിട്ടും തീരുന്നില്ലല്ലോ. ഒന്നുപോലെ കൂട്ടിയിട്ടിട്ട് തളർന്ന് വീണ്ടേ ദുശാസനെ. ഇതെങ്ങനെ ചേലക്ക് നീളം കൂടും? അപ്പൊ ശശിമാഷ് ചെറുവാഞ്ചേരിക്കാരൻ, അദ്ദേഹം ഒരു സൂത്രം കണ്ടെത്തി. കുറേ സ്ഥലത്ത് പോയി ഒരേ നിറമുള്ള 8 സാരി സംഘടിപ്പിച്ചു. 8 സാരിയും പിന്നോട്ട് തുന്നിക്കൂട്ടിയിട്ട് പാഞ്ചാലിയെ കെട്ടുന്ന ചെക്കനോട് പറഞ്ഞു, നീ 8 എണ്ണം കെട്ടി ചുറ്റണം. അയക്കുന്ന ദുശാസനായിട്ട് അഭിനയിക്കുന്നതിനോട് പറഞ്ഞു 7 എണ്ണം കഴിച്ചാൽ തളർന്ന് വീണോളണം, ഒന്ന് 8ാമത്തെ ആടി ഉണ്ടാവുമല്ലോ. റിഹേഴ്സലിലെ ഗംഭീരായി. നാടകമായ ദിവസം ഭയങ്കര ജനം. പുരാണ നാടകമാകുമ്പോ പണ്ടങ്ങനെയാ ഭയങ്കര ആടുന്നു. നോക്കുമ്പോ ഈ താർപ്പായി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മേക്കപ്പ് റൂം പല വീട്ടിലെ പുറത്തോണ്ട് മറച്ചാൽ നോക്കുമ്പോൾ ഒരു ഭാഗം പിന്നെയും മറക്കാൻ ബാക്കിയുണ്ട്. ഈ നടന്മാര് വസ്ത്രം മാറ്റിയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് പുറത്തുനിന്ന് നാട്ടുകാർ കാണും. ഗോപാലൻ മാഷ്ക്ക് ഒരു പേടി, ഈ ചെക്കനാണ് പെണ്ണിന്റെ വേഷം കിട്ടുന്നത് നാട്ടുകാർ അറിഞ്ഞു പോകുന്നൊരു പേടി ഗോപാലൻ മാഷ്. ആടെ മറക്കാൻ ഒരു തുണിയെന്താ കിട്ടുക എന്ന് പറഞ്ഞ് ഇയാൾ നടക്കുമ്പോൾ കുറെ സാരി കൂട്ടിയിട്ടാ കണ്ടു. അതിൻ്റെ അകത്തുനിന്ന് ഒരു സാരി വെച്ചിട്ട് ഇയാള് ആടെ മറിച്ചു. സാരിയും എണ്ണ ഇട്ട് നേരായ വിവരം ഉടുക്കുന്ന പാഞ്ചാലിയും അറിയില്ല, അയക്കുന്ന ദുശാസനും അറിയില്ല. അങ്ങനെ നാടകം ആരംഭിച്ചു. സകലതും പണയം വെച്ചു. ശകുനി കളിച്ചു. അവസാനം പാഞ്ചാലിയും പണയം വെച്ചു. പാഞ്ചാലിയും ദുര്യോധന്റെ അടിമയായി. ദുര്യോധനൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ദുശാസന അട്ടഹസിച്ചു. അന്തഃപുരത്തിൽ രജസ്വലയായി ഒറ്റവസ്ത്രം ധരിച്ചു നിൽക്കുന്ന പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നി പാഞ്ചാലി ദേവി, ഓ ദ്രുപദന്റെ മകൾ. കാണട്ടെ അവരുടെ മാനവും അപമാനവും ഈ ഹസ്തിനപുര രാജസഭ. വലിച്ചു കൊണ്ടുവരൂ അവളെ. പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു പാഞ്ചാലിയെ. മുടിക്കെട്ടഴിയുന്നു. അഴിക്കട അവരുടെ ചേലാഞ്ചലം. ദുശാസനൻ ചേലയക്കുന്നു. പാഞ്ചാലി കൃഷ്ണ എന്ന് പറഞ്ഞ് വട്ടം ചുറ്റുന്നു. 1 സാരി, 2 സാരി, 3 സാരി, 4 സാരി, 5 സാരി, 6 സാരി, 7 സാരി അയച്ചു നോക്കുമ്പോ കാക്കി ട്രൗസർ ഇട്ടിട്ട് പാഞ്ചാലി ചെയ്യുമെന്ന് പറയുന്നു. കാരണം 8ാമത്തെ ആടി ഉണ്ട് എന്നുള്ള വിചാരത്തിലായി അവിടെ നിൽക്കുന്നത്. 7 ഉള്ളുന്ന വിവരം പാഞ്ചാലിയും അറിയില്ല, ദുശാസനും അറിയില്ല. ആ നാടകത്തിന്റെ കാര്യം പിന്നെ എന്തായിരിക്കും? ഞാനിത് പറഞ്ഞത് എൻ്റെ നാട്ടിലെ വയലുകളിൽ രൂപപ്പെട്ടൊരു നാടകത്തിന്റെ കഥ എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞത് ഞാനിപ്പോ നിങ്ങൾ ഓർമ്മിച്ച് പറഞ്ഞതാണ്. വയലുകളിൽ പൊതുസ്ഥലങ്ങളിലാണ് ദീപന്യാസോസ് ദേവനെ ആരാധിക്കാൻ വേണ്ടി ഏതൻസിലെ മൈതാനത്ത് ഒത്തുകൂടിയപ്പോ അന്ന് കരണ്ടിൽ ബൾബൊന്നുമില്ല. വലിയ പന്തം കുത്തി വെക്കും, വലിയ വിളക്ക് കാലം വരും. അപ്പൊ ഓരോ ആളും മദ്യപിച്ച് മതോന്മത്തരായപ്പോ ഒരുത്തന് തോന്നി പോസ്റ്റമ കയറ്റി എന്ന് പറഞ്ഞൊരു മദ്യം ഉണ്ട്. അടിച്ചാൽ ഈ കയറണം, ഏടിയും പാനും കയറും, അല്ലെ ആരെങ്കിലും പേരടിക്ക് കയറും. ഇവൻ ഈ വിളക്കുകാലം വരെ ഓടിക്കയറി. അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ഇവൻ മേലെ എത്തിയപ്പോ തായെന്ന് ഇവനെ ആരോ പരിഹസിച്ചുകൊണ്ട് ട്രോളിക്കൊണ്ട് എന്തോ ഒരു
കമന്റ് പറഞ്ഞു. ആ കമന്റിന് ഉരുളക്കുപ്പേരി പോലെ ഇവന്റെ മറുപടി. പന്നീന്റെ കാലിന് വിരലത്രാന്ന് ചോദിച്ചു. അപ്പൊ ഓൻ പറഞ്ഞു എന്റെ അച്ഛന്റെ കാല് പോയിട്ട് എണ്ണി നോക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സദസ്സാകമാനം ആർത്തട്ടഹസിച്ച് ചിരിച്ചു. ആദ്യമായിട്ടാണ് അവരത് തമാശ കേൾക്കുന്നത്. ആ തമാശ അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു. അത് പിന്നെ ആ ദിവസം കഴിഞ്ഞിട്ടും പിന്നെ നാടാകെ ചർച്ചയും ചിരിയുമാണ്. ഈ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞവൻ നാട്ടിലെ ഹീറോ ആയി. അടുത്ത വർഷത്തെ ഉത്സവത്തിൽ വിളക്കുകാലം കയറുന്നവരുടെ എണ്ണം കൂടി. കാരണം അതിന്റെ മേലെ കയറുന്നവനും ചോദ്യത്തിന് മറുപടി പറയുന്നവനും നാട്ടിൽ ഹീറോ ആവുമല്ലോ. അങ്ങനെ വിളക്കുകാലം കയറുന്ന എല്ലാവർക്കും മറുപടി പറയാൻ അറിയില്ല, മറുപടി പറയുന്ന എല്ലാവർക്കും വിളക്കുകാലം കയറാനോ വന്നില്ല. അപ്പോ പലരും ഉരുതായി വീഴുന്നു, മരിക്കുന്നു. അവസാനം അന്നത്തെ രാജാവ് പറഞ്ഞു, വിളക്കുകാല് വേണ്ട, ഒരു തിണ്ണ കെട്ടി ഉയർത്തി ഒന്ന് കെട്ടി അയിമ കയറിയാ മതി. താഴെ നിന്ന് ചോദ്യം ചോദിക്കുക, മേലെ നിന്ന് ഉത്തരം പറയുക. അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ സ്റ്റേജ് കയറി ചോദിച്ചു. 2 കഥാപാത്രങ്ങളായി. പിന്നെ ചോദ്യ ഉത്തരവും പെട്ടെന്ന് കിട്ടൂലല്ലോ, അതിനു വേണ്ടിയിട്ട് നേരത്തെ ചോദ്യ ഉത്തരങ്ങൾ തയ്യാറാക്കി വെച്ചു. അതാണ് ആദ്യത്തെ സംഭാഷണം, എഴുത്ത്. അങ്ങനെ എഴുതി അങ്ങനെയാണ് ആ മൈതാനത്തു നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന സംഭാഷണങ്ങൾ പറയുന്ന നാടകമെന്ന കലാരൂപമുണ്ടായത്. പൊതു ഇടങ്ങളിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് കാണുന്ന, ആസ്വദിക്കുന്ന സംഗീതവും പാട്ടും നാടകവും നൃത്തവും കഥകളിയും എല്ലാം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നുണ്ടായ വെളിപാടല്ല, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ അനുഗ്രഹമല്ല. അതെല്ലാം മനുഷ്യ സംസ്കാരത്തിന്റെ കൂട്ടായ്മയിലൂടെ ഉണ്ടായതാണ്. ആ കൂട്ടായ്മകളില്ലെങ്കിൽ സംസ്കാരം നശിക്കും. നമ്മുടെ നാട്ടിൽ പൊതു ഇടങ്ങൾ കുറയുന്നു, വയലുകൾ ആരും ഇറങ്ങുന്നില്ല, വയലുകളിൽ കൃഷി ചെയ്യാൻ ഇറങ്ങുന്നില്ല. കൃഷി ചെയ്യാൻ പോയപ്പോഴാണ് ഒരേ താളമുണ്ടാകാൻ ആ പാട്ടുണ്ടാക്കിയത്. പാട്ടുകള് നാട്ടിപ്പാട്ട് കേട്ടിട്ടുണ്ടോ? നാട്ടിപ്പാട്ട്, എന്റെ നാട്ടിലെ നാട്ടിപ്പാട്ട്. കൈതേരിയടം ബാണേ കുഞ്ഞിക്കണ്ണൻ, കൈതേരിയടം ബാണേ കുഞ്ഞിക്കണ്ണൻ, പഞ്ഞിറ്റ പഞ്ചാര കട്ടും മേല്, പഞ്ഞിറ്റ പഞ്ചാര കട്ടും മേല്, തെച്ചുന്റെ കയ്യും പിടിച്ച് കണ്ണൻ, തെച്ചുന്റെ കയ്യും പിടിച്ച് കണ്ണൻ പറഞ്ഞ് കുറെ ഉണ്ട് പാട്ട്. ഇതെന്തിനാ പാടുന്നത്? ഈ ഞാൻ നടുമ്പോ ഒരേ നിരയിൽ നട്ട് വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യന്റെ ഭൂപടം വെച്ച പോലെ ആയിരിക്കും. ഒരാളങ്ങ് ഗുജറാത്തിലുണ്ടാവും, ഒരാളങ്ങ് ബംഗ്ലാദേശിലുണ്ടാവും, ഒരാൾ കന്യാകുമാരിയിലുണ്ടാവും. ലെവലായിട്ട് വരൂലല്ലോ. അത് ലെവലായിട്ട് വരണമെങ്കിൽ പാട്ടുപാടിയ കൈതേരിയ ഡംബാണ എന്ന് പറയുമ്പോ ഊന്നുക, അടുത്ത പഴിഞ്ഞിറ്റ പഞ്ചാര എന്ന് പറയുമ്പോ അടുത്ത ഊന്നുക. അപ്പൊ എല്ലാവരും ഒരേ താളത്തിൽ ഊന്നു, ഒരേ ലെവലിൽ നട്ട് പുറകോട്ട് വരാൻ താളബോധം ഉണ്ടാകുന്നു. സങ്കടങ്ങൾ പാട്ടുകളായിട്ട് അവതരിപ്പിക്കുന്നു. സന്തോഷം മാത്രമല്ലല്ലോ, സങ്കടമില്ലേ? 100 കാതോ വഴി നടന്ന് തൊണ്ട പൊട്ടി വന്ന നേരോ ഒരടക്കാത്തോട് വെട്ടി തന്നിതായോ തമ്പ്രാക്കളെ, തണ്ണി താണ്ടേ കിണറ്റിൻ്റെ അകത്ത് പാളെ താണ്ടേ കങ്ങുമേല്, കാരി താണ്ടേ തൊണ്ടുമേല്, കോരിക്കുടി. പണിയെടുത്ത് തളർന്ന് വരുമ്പോ കുടിക്കാൻ വെള്ളം തമ്പ്രാന്റെ വീട്ടിൽ കൊടുക്കൂല. ഒരടക്കാത്തോട്ടിൽ വെള്ളം തരുവോ തമ്പ്ര? പാത്രം ഇല്ലല്ലോ, അടക്ക പൊളിച്ചിട്ട തോടുണ്ടാവുമല്ലോ. എന്നാ തമ്പ്രാൻ പറഞ്ഞത് കൊടുക്കൂല, അടക്കാത്തോട്ടിലും തരില്ല, തണ്ണിതാ കിണറ്റിൽ. ആ കിണർന്ന് കോരണമെങ്കിൽ പാളയതാ കങ്ങുമേല്, കങ്ങുമ കയറി പാള പൊളിച്ച് താഴെ കൊണ്ടുപോവാ. ആ പാള കോട്ടിയിട്ട് കെട്ടാൻ കയറിവിടെ, കരിതാതേ തുണ്ടുമലി, തുണ്ട് ചകിരി തല്ലിയിട്ട് ചകിരി പിരിച്ചിട്ട് കയറാക്കിയിട്ട് ആ കയറ് പൊളിച്ച പാളയ്ക്ക് കെട്ടിയിട്ട് കോരി കുടിച്ചോ. എന്നാലും ഒരടക്കാത്തോട്ടിൽ കൊള്ളുന്ന വെള്ളം കൊടുക്കൂല എന്ന് പറയുന്ന തമ്പുരാന്റെ ക്രൂരതയ്ക്കെതിരെയുള്ള സങ്കടപ്പാട്ടായിരുന്നു അത്. സങ്കടങ്ങൾ പാട്ട്, ആശയങ്ങൾ പാട്ട്. ഇപ്പൊ നാളെയും മറ്റന്നാളും വിഷു അല്ലേ? വിഷുവിന്റെ ഒരു നാടൻ പാട്ടുണ്ട്. ആ നാടൻ പാട്ടിന്റെ അർത്ഥമറിഞ്ഞ ഒരുത്തൻ ആ പ്രതിക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ എല്ലാ കാലത്തെയും മനുഷ്യ മനസാക്ഷിക്ക് ഉണ്ണായി മാറിയിരിക്കുന്ന ഒരു സംഭവം, മഹാവൃത്തികെട്ട സംഭവം നടക്കില്ലായിരുന്നു. എന്താണെന്ന് അറിയുമോ? വിഷുപക്ഷിയുടെ പാട്ട്. വിത്തും കൈക്കൊട്ടും. പുതുമഴ പെയ്യുമ്പോ നമുക്ക് മഴ, വർഷം എന്ന് പറഞ്ഞാൽ മഴയാണ്. ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു, വർഷം മഴയാണ്. പുതുവർഷം എന്ന് പറഞ്ഞാൽ പുതുമഴ. മേടം 1 പുതുമഴ പെയ്യും. ആ പുതുമഴ പെയ്യുന്ന സമയത്ത് കർഷകർ വിത്തും കൈക്കോട്ടും എടുത്തിട്ട് വയലിലേക്ക് ഓടും. ആ പൊട്ടിത്തെറിച്ച് പുതുമഴയുടെ നനവ് തട്ടി പൊട്ടിത്തെറിച്ചിരിക്കുന്ന വയലുകളിൽ ഈ വിത്തങ്ങിടുമ്പോൾ നല്ല പൊട്ടിച്ചെനച്ച് വളരും. അന്ന് വളവിടാൻ യൂറിയ, പൊട്ടാസ്, ഫാക്ടംബോസ് ഒന്നും ഇല്ല. മരത്തിന്റെ തോല് അയച്ചിട്ട് കൊണ്ടുപോയി തറച്ചിടും. അതാണ്. അപ്പൊ തൂപ്പയ്ക്കാൻ വേണ്ടി അച്ചക്കൊമ്പത്ത്, വയല് വൃത്തിയാക്കാൻ അമ്മ വരമ്പത്ത്.
വീട്ടിൽ ആരില്ലാത്തപ്പോ കള്ളം മുറ്റത്ത് പാടി ചെമ്പത്ത്. കള്ളം വന്നെന്തിനാ? സ്വർണ്ണവും വെള്ളിയും മോഷ്ടിക്കാനല്ല, കള്ളൻ ചക്കട്ടു കണ്ട മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ. കള്ളൻ ചക്ക പറിക്കുന്ന ബിസിനസ് ചെയ്യാനല്ലല്ലോ, വിശന്നിട്ടായിരിക്കുമല്ലോ. അതിന്റെ പേരിൽ കേസ് കൊടുക്കരുത്. വിശന്നിട്ട് മോഷ്ടിച്ച കേസ് കൊടുക്കരുതെന്ന ധാർമ്മികത ആ പാട്ടിലുണ്ട്. കള്ളൻ ചക്കേട്ടു കണ്ട മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ. ആ ധാർമ്മികത കുട്ടികളെ പഠിപ്പിച്ച ഒരുത്തൻ ആ മധുവിനെ, ആദിവാസിയായിരിക്കുന്ന മധു ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരാൾക്കൂട്ടം അടിച്ചു കൊന്നില്ലേ? ആ അടിച്ചു കൊന്ന കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും ചക്ക ഇട്ടതിന്റെ പേരിൽ കേസ് കൊടുക്കണ്ട, തിന്നാൻ വേണ്ടിയിട്ടല്ലേ എന്ന പാട്ടിന്റെ അർത്ഥമറിഞ്ഞ ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ കൊല്ലരുത് എന്നൊരക്ഷരങ്ങളിൽ ഉച്ചരിക്കുമായിരുന്നു, ഒരു വാക്കെങ്കിലും ഉച്ചരിക്കുമായിരുന്നു. പറഞ്ഞോ? ഇല്ല. ആൾക്കൂട്ടത്തിൽ കയറുമ്പോ അടിച്ചു കൊല്ലുക. ഈ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം ശക്തിപ്പെട്ടു വരികയാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ കുട്ടികളെ നോക്കൂ, ചെറുപ്പക്കാർ നല്ല ബുദ്ധിയുള്ള, നല്ല സ്നേഹമുള്ള, നല്ല വിവരമുള്ള കുട്ടികളാണ്. പക്ഷേ അവര് ആൾക്കൂട്ടങ്ങളെ, പൊതുസമൂഹത്തെ മുഴുവൻ ചങ്ക് ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് നോക്കുന്നില്ല. ചങ്ക് ഗ്രൂപ്പുകൾ, അവരുടെ ചങ്ക് ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തുള്ള ഒരു ലോകത്തെ അവർ കാണുന്നില്ല. കാണണം, കാണാനൊക്കെ മനസ്സുണ്ട് അവർക്ക്. അതിന് അവസരങ്ങൾ ഉണ്ടാക്കണം. കോവിഡ് വന്നപ്പോ, പ്രളയം വന്നപ്പോ ആ യുവാക്കളുടെ മുഴുവൻ ശക്തിയും ഓജസ്സും നമ്മൾ കണ്ടതല്ലേ? അത് സമൂഹത്തിന് നിരന്തര പ്രക്രിയയായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിയാത്ത നമ്മളാണ് കുറ്റക്കാർ. അതിനുവേണ്ടി നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ട് സ്വരം അവിടെ വരണം. അവിടെ ഒത്തുചേർന്നിട്ട് ലോകത്തെ പറ്റി ചർച്ച ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ആടുജീവിതം എന്ന പുസ്തകവും വായിക്കുക, ആടുജീവിതം എന്ന സിനിമയും കാണുക. ഇതിന് രണ്ടിനെ പറ്റി ഒരു ചർച്ച നടന്നൂടെ? ഒരു അസത്യഭാമ കർത്തവര് നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇളക്കിയിട്ട് പോന്നിട്ടില്ലേ നിങ്ങള്? ഈ അസത്യഭാമ കാലം ഇനിയും ഉരുളും, വിഷു വരും വർഷം വരും എന്ന് പറഞ്ഞ പോലെ കാലചക്രം ഉരുണ്ടു വന്ന കലിയുഗം കഴിഞ്ഞിട്ട് കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും വരുമല്ലോ. ആ ദ്വാപരയുഗം വരുമ്പോൾ വീണ്ടും കൃഷ്ണൻ വരുമല്ലോ. കൃഷ്ണൻ വരും, പിന്നെ ശിവനും വരും. അവരോട് പറയണം, ഹേ അസത്യഭാമേ, കറുത്തവർ നൃത്തം ചെയ്യരുത്. ലോകത്തെ ഏറ്റവും വലിയ നൃത്തം നടത്തിയവൻ, മഹാരാസലീലയാടിയവൻ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുത്തവൻ. നീല നിറമല്ല നമ്മൾ പിന്നെ പരിഷ്കരിച്ചുണ്ടാക്കിയതാണ്. കാർമേഘവർണ്ണനാണ് കൃഷ്ണൻ. കൃഷ്ണമൃഗം എന്ന് പറഞ്ഞാൽ കറുത്തമാന. ആ കറുത്തവന്റെ ഡാൻസ് ആണ് മഹാരാസലീല. നവരസങ്ങളും രസരാജനായ ശൃംഗാരത്തിന്റെ 16,000 ഭാവങ്ങളും ചേർത്തിട്ടുള്ള നൃത്തമാണ് രാസലീല. ആ രാസലീലയാടിയ കൃഷ്ണൻ കറുത്തത് കൊണ്ട് നൃത്തം ചെയ്യരുത്, കാലകത്തി വെക്കരുത് എന്ന് പറഞ്ഞ ശിവൻ, നടരാജമൂർത്തിയായ ശിവൻ കറുത്തവനല്ലേ? വെളുത്തിട്ടാ ശിവൻ. ആ ശിവൻ നൃത്തം ചെയ്യരുതെന്ന് അസത്യഭാമ പറയുമോ? എന്തെല്ലാം പുതിയതാ കേൾക്കുന്നത് നമ്മൾ അറിയണം. അതിനെപ്പറ്റി ഒരു ചർച്ച നടത്തിക്കൂടെ? വീട്ടിൽ സിനിമയെ പറ്റി ചർച്ച ചെയ്തൂടെ? ഒരു പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്തൂടെ? അത്തരത്തിൽ ഒത്തുചേർന്ന് ചർച്ചകൾ നടത്തണം. ഇവിടെ അവർ ഈ സമൂഹത്തെ കണ്ണിയാക്കണം. അല്ലാതെ വീട്ടിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് ചർച്ചയാ. രാവിലെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ മുറ്റത്തോട്ട് ആരാ പോന്ന്? അത് അപ്പുറത്തെ കോയിനാട്ടിനാ. അതേതാ സാധനം എന്നറിയാം, വേറും വൃത്തിയായിട്ടവനാ. കുറച്ച് കഴിഞ്ഞിട്ട് ബഷീർ പോന്നു. ബഷീർ ആയാലും പോക്കാ. പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂലേ. പ്രസിഡന്റ് മഹാബദ്ധം, MLA പോക്ക്, മന്ത്രി പോക്ക്, മുഖ്യമന്ത്രി പോക്ക്, സകലരും പോക്ക്. ലോകത്ത് ഒരാളെ ഉള്ളൂ നല്ല. അതാരാ? ഞാനേ ഉള്ളൂ നല്ലത് എന്ന നെഗറ്റീവ് ചർച്ചകളാണ് മിക്ക വീട്ടിലും ഉണ്ടാകുന്നത്. ഈ കുട്ടികളെ സാമൂഹ്യ വിരുദ്ധരാക്കുക. ഒരു കുട്ടിക്ക് തോന്നണം, ഞാനും കുഴപ്പമില്ല, നീ കുഴപ്പമില്ല, ഈ ലോകം മൊത്തം നല്ലതാണ്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഈ മനോഭാവമായിട്ടാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. പിന്നീട് അവന്റെ അനുഭവങ്ങളിലൂടെ അവൻ അഹന്ത വരുന്നു. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നീ ശരിയല്ല. പണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജനിച്ച ഉടനെ കുട്ടിക്ക് തേനും വയമ്പും നാവിൽ തൂകും അല്ലേ? ജനിച്ച ഉടനെ കുട്ടിക്ക് തേനും വയമ്പും പറ്റുന്നത്. പണ്ട് പ്രതിരോധ വാക്സിനേഷൻ ഒന്നും ഇല്ലാത്ത കാലത്ത് വയമ്പ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വളർത്തുന്നതായ കൊണ്ടാണ് വയമ്പ് കൊടുത്തത്. തേനെന്തിനാ? തേന് കൊടുത്തത് ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുകയാണ് മധുരം 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 അല്ലേ? മധുരാധിപതേ സകലം മധുരം. കൊള്ളാലോ, ഈ ലോകം കൊള്ളാലോ, മധുരമാണല്ലോ. അവന്റെ അന്തരാത്മാവിൽ ഈഗോ, സൂപ്പർ ഈഗോ ഉണ്ടല്ലോ. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ആ അബോധ മനസ്സിൽ ജനിച്ച ഉടനെ അവന് രേഖപ്പെടുത്തുക, ഈ ലോകം മധുരമാണ്. ഹായ്, ഇപ്പൊ ആരും തേനൊന്നും കൊടുക്കുന്നില്ല. പകരം ഇഞ്ചക്ഷൻ വെക്കൂ. ഇഞ്ചക്ഷൻ വെച്ച് നൊന്ത് വേദനിച്ചു, കുട്ടി കരഞ്ഞു, പനി വന്നു, കുട്ടിക്ക് ആകെ അസ്വസ്ഥത. അപ്പൊ കുട്ടിക്ക് ഈ ഇഞ്ചക്ഷൻ, ഈ ലോകം മൊത്തം എന്നെ കുത്താൻ വന്ന കാലം മാറാൻ തോന്നുക. ഇഞ്ചക്ഷൻ വേണ്ടേ? നിർബന്ധമായിട്ട് പോകണം. ഇഞ്ചക്ഷൻ ഇല്ലേ കുട്ടികളത്ര മരിക്കുമെന്നറിയോ? നിർബന്ധമായി പ്രതിരോധ വാക്സിനേഷൻ. പക്ഷെ അതിനു മുമ്പ് അല്പം തേന് നാവൊന്ന് പുരട്ടി കൊടുത്താൽ അതൊരു മനഃശാസ്ത്ര ചികിത്സയാണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് തോന്നലുണ്ടാകും. ഇപ്പൊ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. പിന്നെ എപ്പോഴും ശമിക്കുന്ന കുട്ടികൾ.
ഒരു കുട്ടി ചുമരും ഒരു കരിക്കറ്റിനൊന്ന് വരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ബഹളം ഉണ്ടാക്കുക നിങ്ങളുടെ വീട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വീട്ടിൽ ചുമരുകളെല്ലാം വളരെ നീറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള രക്ഷിതാക്കളുടെ മനസ്സ് വൃത്തികെട്ടതാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വീട്ടിലെ ചുമരുകൾ കുട്ടികൾ ക്രയോൺസ് കൊണ്ടോ കരിക്കട്ട കൊണ്ടോ വരഞ്ഞ് വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട് വൃത്തിയുള്ള മനസ്സുകളുടെ ഉടമകളാണ്. നിങ്ങളുടെ വീടിന്റെ ചുമര് ആർക്ക് വേണ്ടിയിട്ടുള്ളൂ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? അല്ലാതെ അപെക്സ് അൾട്ടിമ കമ്പനിക്ക് വേണ്ടിയിട്ടാണോ? അല്ല. പായലെ വിട, പൂപ്പലെ വിട, കുട്ടികളെ വിട. വീടിങ്ങനെ പെയിന്റ് അടിച്ച് വെളുത്ത് ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ, ഇങ്ങനെ ഫോട്ടോനെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കാനാണോ? അല്ല. നമ്മുടെ വീട്ടു ചുമരുകൾ നമ്മുടെ കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. കിളിമാനൂർ കൊട്ടാരത്തിന്റെ ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് വരഞ്ഞിട്ട് ആരാണിത് വരയുന്നതെന്ന് അറിയാതെ പരിചാരകന്മാരും ഇങ്ങനെ കഴുകി വെള്ളം എടുത്തിട്ട് തുണിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഓടുന്നു. അപ്പോഴേക്ക് അപ്പുറത്ത് വരച്ചിട്ടുണ്ടാവും, അവിടെ കഴുകുമ്പോഴേക്ക് ഇപ്പുറത്ത് വരച്ചിട്ടുണ്ടാവും. അവര് വശം കെട്ടു. രാജാവങ്ങനെ കൊട്ടാരത്തിന്റെ ചുമര് വൃത്തികെട്ടതാക്കി കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ശിക്ഷ കിട്ടുക. ആകെ ബഹളമയം. അപ്പോഴാണ് രാജാവിന്റെ ഭാര്യാ സഹോദരനായ രാജരാജവർമ്മ അവിടത്തേക്ക് വരുന്നത്. എന്താ ബഹളം? അപ്പൊ പറഞ്ഞു, പൊന്നുതമ്പുരാ തിരുമേനി, ഏതോ കുരുത്തം കെട്ട കുട്ടികൾ ഈ ചുമരൊക്കെ വൃത്തികേടാക്കുന്നു. ആരാതൊരു മനസ്സിലാവുന്നില്ല. അദ്ദേഹം പോയിട്ട് ചിത്രങ്ങൾ നോക്കി, ചുമരുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും മയക്കല്ല, ആളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. പായസം വെക്കാൻ പറഞ്ഞു. പായസം വെച്ചു. കുട്ടികളെല്ലാം കുടിക്കാൻ വിളിച്ചു. എല്ലാവർക്കും ഓരോ സ്പൂൺ കുറച്ച് പായസം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടംപോലെ പായസം തരാം. ഞാൻ ഈ ബോർഡും കുറെ കുത്തുകൾ ഇടും. ആ കുത്തുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന ചിത്രം എന്തായിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പായസം തരാം. കുത്തുകൾ ഇട്ടിട്ട് കുട്ടികളെ നോക്കുമ്പോ രവി എന്ന് പറഞ്ഞൊരു ചെക്കൻ പറഞ്ഞു, തെഴുക്കുത്തി നിന്നാൽ ആ ചിത്രം കിട്ടും. അത് തെഴുക്കുത്തി നിന്നാൽ മനുഷ്യനിങ്ങനെ അഭ്യാസം കളിച്ചിട്ട് കൈ പിറകോട്ടാക്കിയിട്ട് നിന്നാൽ ആ ചിത്രം കിട്ടും എന്ന് പറഞ്ഞു. എന്നാ മോനെ ചിത്രം വരച്ചു തന്നിട്ട് ഇവൻ വേറെ പോയിട്ട് ആ തെഴുപ്പ് നിൽക്കുന്ന ചിത്രം വരച്ചു. അപ്പൊ തന്നെ രാജരാജവർമ്മ പറഞ്ഞു, കിട്ടിയടാ, ഈ ചുമര് വൃത്തിയാക്കുന്ന പ്രതിയെ പിടികിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. പരിചാരകന്മാര് കിട്ടിയല്ലോ, ഇപ്പൊ കിട്ടുവാറ്റി, ചക്കരിപ്പൊ കിട്ടും, അങ്ങനെ വേണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ രാജരാജവർമ്മ പോയിട്ട് ആ കുട്ടിയെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് കവിളത്ത് തുരുതുര ചുംബിച്ചത് കൊണ്ടാണ് നമുക്ക് കൃഷ്ണനെയും ശിവനെയും കിട്ടിയതെന്ന് നിങ്ങൾ അറിയുക. അദ്ദേഹം വരച്ച ചിത്രങ്ങളിലായിരുന്നുവെങ്കിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും ശിവനും ഒന്നും സെൽഫി എടുത്ത് അയച്ചതെന്നല്ല, ചിത്രകാരന്മാർ വരച്ചതാ. ലോകമറിയപ്പെടുന്ന ചിത്രകാരനായിരിക്കുന്ന സാക്ഷാൽ രാജാ രവിവർമ്മയുടെ കഥയാണിത്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിൽ നമ്മുടെ കുട്ടികൾക്കുള്ളതാണ് ഈ ലോകം. നമ്മുടെ വീട്, അവിടെ കുട്ടികൾ വരക്കട്ടെ, സർഗാത്മകത വിടരട്ടെ. ഈ വെക്കേഷൻ കാലത്ത് ഏപ്രിൽ 1 തുറന്നിട്ട് മെയ് 31 പൂട്ടുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ മോന്തായം ആകാശമാണ്. അതിന്റെ ക്ലാസ് റൂമും മാവിന്റെ ചുവടാണ്. മാവിന്റെ ചുവട്ടിൽ കുട്ടികൾ പോയിരിക്കുന്നില്ലേ? ആ മാങ്ങ പറിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് കുറച്ച് തേങ്ങയും മുളകും കൂട്ടി അരച്ചിട്ട് അതിൽ കടുവും വറുത്തിട്ടിട്ട്, കടു അരച്ചിട്ട് മതി, വറുത്തുണ്ട, കടു അരച്ച് ചേർത്തിട്ട് ഈ മാങ്ങ നല്ലോണം ഞവണ്ടിയിട്ട് കുറച്ച് ഉപ്പും വരക്കി കുട്ടികൾക്ക് കറിയാക്കി കുറച്ച് തൈര് വയ്ക്കുക. ഒരു കിണ്ണം ചോറ് തിന്നാലും വായിൽ വെള്ളം വരുന്നുണ്ടാ? വായിൽ വെള്ളം ആർക്കും വരുന്നുണ്ടാ? അവർ മനുഷ്യരുടെ ഗണത്തിലാ. ആർക്കും വായിൽ വെള്ളം വരുന്നില്ലെങ്കിലേ എന്തോ തകരാറുണ്ട്. അഡ്യത്തിനുമായി ഡോക്ടറെ കാണിക്കണം, മിണ്ടി വീക്കം വരുന്നുണ്ടാവും. ഇത്രയും ഇങ്ങനെ നല്ല ഭക്ഷണത്തെ പറ്റി പറഞ്ഞിട്ട് വായിൽ വെള്ളം വരുന്നില്ല, ഇങ്ങനത്തെ എന്തോ തകരാറുണ്ട്, ഉമിനീർ ഗ്രന്ഥിക്ക് തകരാറുണ്ടെന്നാ. എന്റെ വായിൽ വെള്ളം ചാടി. ആ മാങ്ങയും ചക്കയും ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് ആ വീട്ടിൽ നിന്ന് ചായ തന്നപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവര് വിചാരിച്ചു ബിസ്ക്കറ്റ് ആണല്ലോ നല്ലത്, കേക്ക് തന്നു, ചിപ്സ് തന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഈ വൃത്തികെട്ട ചക്കയങ്ങാറ്റുണ്ട്, ഇവിടെ മാങ്ങങ്ങാറ്റുണ്ട് തന്നേന്ന് പറഞ്ഞു. ഈ വെക്കേഷൻ കാലത്ത് ചക്കയും മാങ്ങയും തിന്നാൻ കുട്ടികൾക്ക് വെച്ചു കൊടുക്കാറുണ്ടോ? ഞങ്ങളൊക്കെ പഴഞ്ചക്കയും നോക്കി നടക്കും. വരിക്ക ചക്കയാകുമ്പോ വല്ലാണ്ട് വേർതിയിലുണ്ടാവും ചെയ്യും. അത് ചേർത്താണ് മുറിക്കണം. എന്നൊക്കെ പഴഞ്ചക്ക എന്തൊരു സുഖമാണ്. അത് താഴെ ഇറക്കാൻ പറിച്ചിടാൻ പറ്റൂല എന്നേ ഉള്ളൂ. നല്ല താഴെ ഇറക്കിയാ പിന്നെ കത്തിക്കൊണ്ട് ഒരൊറ്റ വര വെച്ചാൽ മതി. ഇവിടുത്തെ ഹുയേ അതൊന്ന് ഓപ്പറേഷൻ ചെയ്താലോ അതുപോലെ ഇങ്ങനെ അവിടെ വെച്ചാൽ ഒറ്റ ചുളയെടുത്തിട്ട് വായിൽ വെച്ചു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം പിന്നെ അതിന് കണക്ഷൻ ആക്കി അങ്ങ് പോയിക്കോളും. അങ്ങോട്ട് പോയ പോലെ പിറ്റേന്ന് രാവിലെ പുറത്തേക്ക് പോകും. നല്ല സുഖം ഉണ്ടാവും. ആ പഴഞ്ചക്ക തിന്നുന്ന കുട്ടികൾ, വരിക്കച്ചക്ക തിന്നുന്ന കുട്ടികൾ, മാങ്ങ, ചെറിയ കടുക്കാച്ചി മാങ്ങയുണ്ടല്ലോ, അതിന്റെ ചൊന വരുന്ന ആ കണ്ണി അത് കടിച്ചങ്ങ് തുപ്പിയിട്ട് അത് ഇമ്പിയിട്ട് അതിന്റെ അടിക്കൊരത്തെ ഇങ്ങനെ കൈമ പിടിച്ചിട്ട് അടുത്ത മാങ്ങ പോകുമ്പോ ഇത് ഏത് ബബിൾ ഗവും ചവച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ മധുരം പോകും. പക്ഷെ ഒരിക്കലും മധുരം പോവാത്ത ബബിൾ ഗമാണ് കടിക്കാച്ചി മാങ്ങേന്റെ
അണ്ടിക്കോട്ട. അതിനെന്താ ഇവിടെ പറയാ അണ്ടിക്കോട്ട എന്നാ? അണ്ടിക്കോട്ട. അത് ആരെയും പേര് വിളിച്ച് ഓന്ന് പറഞ്ഞ ഒരു ഏറ് എറിഞ്ഞിട്ട് ഒരു ചങ്ങാതിമാരെടുത്ത് പോടുന്ന് പറഞ്ഞ് പറ്റിക്കല്ലോ. ഇതൊന്നും ഇല്ലാതെ www.comMD നടിച്ച മസാല ദോശ കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ പൊട്ടന്മാരുടെ നാട്ടിൽ. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ www.comMD എന്ന് പറഞ്ഞ മസാല ദോശ, PV എന്ന് പറഞ്ഞ പരിപ്പ് വട, NR എന്ന് പറഞ്ഞ നെയ് റോസ്റ്റ് ഒക്കെ കിട്ടുന്ന വിചാരം. നോ, അവർക്ക് ഈ പ്രകൃതിയോടൊത്ത് ചേരാൻ പഠിപ്പിക്കൂ. അവർക്ക് വയലുകളിൽ ഉണരട്ടെ, അവരുടെ സ്വരങ്ങൾ ഒത്തുചേരട്ടെ, അവർ തർക്കിക്കട്ടെ, അവർ പാട്ടുപാടട്ടെ. നമ്മുടെ വീട് കവിത ചൊല്ലാറുണ്ടോ? നമ്മുടെ കുട്ടികൾ മയക്കും. ഇന്ന് നിങ്ങൾ അറിയുമോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഗ്രാമം ശോകമുഖമായി നിൽക്കുകയാണ്. ഒരു ഗ്രാമം ഈ കോഴിക്കോട് ജില്ലയിന്റെയും കണ്ണൂർ ജില്ലയുടെയും അതിർത്തിയായിരിക്കുന്ന പെരിങ്ങത്തൂർ പാലത്തിന്റെ കാഞ്ഞരക്കടവ് പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് അവിടെ ഇതൊരു പേരുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് പിന്നെ കണ്ണൂക്കര. കണ്ണൂക്കരയില്ല, ഒഞ്ചിയത്തിന്റെ അങ്ങേ തല കുന്നുമക്കര. കുന്നുമക്കര ആളില്ലാത്ത പറമ്പിൽ 2 ചെറുപ്പക്കാർ മരിച്ചു കിടക്കുന്നു. കൊലപാതകമല്ല, ആത്മഹത്യയല്ല, മയക്കുമരുന്ന് അടിച്ചിട്ട് മയക്കുമരുന്ന് ഏതോ പറ്റിയത് കുറച്ച് ഡോസ് കൂടിപ്പോയി 2 എണ്ണം മരിച്ചു കിടക്കുകയും. അച്ഛനും അമ്മയും പ്രതീക്ഷയോടെ നാളെ അവരുടെ ഓണവും വിഷു ഉണ്ടാവും. എന്തുകൊണ്ടാണ് മയക്കുമരുന്നിലേക്ക് ഇങ്ങനെ യുവാക്കൾ പോകുന്നത്? അവന്റെ ശരീരത്തിനുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന അച്ഛനും അമ്മയാണ് പ്രതി. അവന്റെ മനസ്സിൽ ഒരു കവിത ചൊല്ലാറുണ്ടോ, പാട്ടുപാടാറുണ്ടോ? രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് പ്രഭാതത്തെ നോക്കിയിട്ട് എത്ര പാട്ടുകളുണ്ട്. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുതാര ശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്ന അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലിക്കൂടെ? ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്നൊരു പാട്ട് പാടിക്കൂടെ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്നൊരു പാട്ട് പാടിക്കൂടെ? ഇതൊന്നും ഇല്ലാതെ നേരെ തിന്ന വെക്കുക, വെളുക്കുക, തിന്ന. ചേട്ടാ, ഈ ഭക്ഷണ ശരീരത്തെ വളർത്തലല്ല നമ്മുടെ പണി. ഒരു മനുഷ്യന്റെ പ്രത്യേകത, ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമല്ലേ? ആ മൃഗത്തെ 28-ാം ദിവസം അരയിൽ ഒരു നൂല് കെട്ടുന്നില്ലേ? ആ മൃഗത്തിന്റെ ചോദനകളെ പിടിച്ച് നിയന്ത്രിച്ചിട്ട് മനസ്സിന്റെ ഭാവനകൾ ഉണർത്താൻ ആരംഭിക്കുന്ന ദിവസമാണ് അരയിൽ നൂല് കെട്ടുന്നത്. മനസ്സിലായോ? അരയിൽ നൂല് കെട്ടുന്നത് എന്തിനാ? സംസ്കാരത്തിന്റെ നൂലാണ്. നൂലെന്ന് പറയുന്നത് സംസ്കാരം. നൂലിന്റെ പ്രത്യേകത പിരിച്ച് 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 നീട്ടാൻ പറ്റിയതാണ്, അതിന് അറ്റമില്ല. എന്റെ സംസ്കാരത്തിന്റെ നൂല് എന്റെ അച്ഛനും അമ്മയും പിരിച്ചതിന്റെ ബാക്കിയെ ഞാൻ പിരിക്കുന്നത്, ഞാൻ പിരിച്ചതിന്റെ ബാക്കി എന്റെ മക്കൾ പിരിക്കും. ആ സംസ്കാരത്തിന്റെ നൂല് കൊണ്ട് തലമുറ തലമുറ കൈമാറി വന്നിരിക്കുന്ന നമ്മുടെ അറിവും വിവേകവും ധാർമ്മികതയും എല്ലാം ചേർത്തിരിക്കുന്ന സംസ്കാരമുണ്ടല്ലോ. അതുകൊണ്ട് ശരീരത്തെ പിടിച്ചു കെട്ടിയിട്ട് അന്ന് മുതൽ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമാവുക. ഗുരു ലഘു എന്ന് പറഞ്ഞാൽ വലുത് ഗുരു, ചെറുത് ലഘു. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ല, വലിയ പരിക്ക് പറ്റിയെന്ന. മാഷ ഗുരു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ് മാഷ ഗുരു എന്ന് വിളിക്കുന്നത്. കുട്ടികൾ ലഘുവാ. ലഘു ചെറുത്, ഗുരു വലുത്. ഭൂമി വലുത്, ആപ്പിള് ചെറുത്. വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കുന്നു. അപ്പൊ ഭൂമിക്ക് ഗുരു ബലമുണ്ട്, അതാ ഗുരുത്വ ബലമുണ്ട്. അത് ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഗുരുത്വ ബലം. പിടികിട്ടിയോ? മൃഗങ്ങൾക്ക് ശരീരമാണ് ഗുരു. ശരീരം എന്ത് പറയുന്നു അതിനനുസരിച്ച് മനസ്സോടും. ഇവിടെ ഇപ്പോ ഒരു പകൽ ഈ പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു പശു വന്നു, അതിന് മൂത്രയിക്കണം തോന്നി. ശരീരം പറഞ്ഞ് ഇപ്പൊ ഒഴിക്കണം. അപ്പൊ മനസ്സ് പറയും പറ്റൂലടാ, ആളുണ്ടടാ, അലയിലെ തട്ടടാ എന്ന് പറയുക. ഉടൻ തന്നെ പാലും പൊതിച്ച് മൂത്രയിക്കും, ചാണകങ്ങളും. പട്ടികൾ റോഡിൽ വെച്ചണ ചേരും. അതിന്റെ മനസ്സ് ശരീരത്തിന് വിധേയമാണ്. മനസ്സ് മൃഗങ്ങൾക്കുണ്ട് കേട്ടോ. നായ്ക്ക് കണക്കറിയാം. ഞാൻ വളരെ നിരീക്ഷിച്ച് കണ്ടെത്തിയതാ. പട്ടിക്ക് കണക്കറിയാം. എന്താണ്? വീതി കുറഞ്ഞ റോഡിലൂടെ ഒരു സ്കൂട്ടർ കൊണ്ട് നിങ്ങൾ പോവുക. റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നുണ്ട്. സ്കൂട്ടറിന്റെ ഒച്ചകെട്ട നായി അനങ്ങില്ല, കാരണം സ്കൂട്ടറിന് പോകേണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ.
എന്നാ പറയല്ലോ ലോറി വന്ന് നോക്ക്, നായി എണീറ്റ് മാറിക്കൊടുക്കും. കാരണം സ്കൂട്ടറിന്റെ വീതി എത്രയാന്ന് ലോറിന്റെ വീതി എത്രയാന്നുള്ള കണക്ക് നായിക്കറിയാം. അതുകൊണ്ട് എണീറ്റ് മാറിക്കൊടുക്കുന്നത്. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല, റോഡ് മേൽ വെച്ച് പോകും, കണ്ടില്ല, ബ്ലോക്ക് ആക്കിയിട്ട്. പട്ടിക്കറിയാം സ്കൂട്ടർ എത്രയാ ലോറി എത്ര വീതി, പക്ഷെ മനസ്സ് ശരീരത്തിന് വിധേയമാണ്. രാത്രി 11 മണി 12 മണിക്കൊക്കെ തിന്നണം. നമുക്കെല്ലാം ഒരുപാട് പേരുണ്ട്, മരണം വരെ നമുക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷെ മരിച്ച ഒറ്റ പേരേ ഉള്ളൂ, ശവം അല്ലെ മയ്യത്ത്. എന്നാ കോഴിക്ക് മരണം വരെ ഒരു പേരേ ഉള്ളൂ. കോഴി മരിച്ചാൽ ആ പേര് മുഴുവൻ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65 എന്ന് പറഞ്ഞിട്ട് അത്ര 28 മോഡൽ ചിക്കൻ ഉണ്ട്. തിന്നണ രാത്രിയിൽ 11 മണിക്കൊക്കെ തിന്നണം എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോവാ തിന്നുക. ഈ ശരീരത്തിന് ആനന്ദം കിട്ടാൻ വേണ്ടി ഒരു കവിത ചൊല്ലാൻ ആനന്ദം ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല മക്കളെ. ഒരു കഥ കേട്ടിട്ട് ആനന്ദം അനുഭവിച്ചിട്ടില്ല. എന്നാൽ പല പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആനന്ദം ഉണ്ടാക്കി. പക്ഷെ ഈ ഭക്ഷണം കൊണ്ട് താൽക്കാലികം ആനന്ദമാ, ആ ആനന്ദം ഏറെ നിൽക്കുന്നില്ല. അപ്പൊ ആനന്ദം ഏറെ നിൽക്കാനുള്ള സൂത്രം, ശരീരം പദാർത്ഥമാണ്. പദാർത്ഥത്തെ ആനന്ദിപ്പിക്കാൻ 3 പദാർത്ഥങ്ങൾ വേണം. പദാർത്ഥത്തിന്റെ 3 അവസ്ഥകൾ വേണം. പദാർത്ഥത്തിന്റെ 3 അവസ്ഥ: ഖരം, ദ്രാവകം, വാതകം. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. അതും തേടിയിട്ട് കുട്ടികൾ പോകുന്നതിന് ഒന്നാമത്തെ കാരണം ആരാണ്? ഞാൻ ഇപ്പം വിചാരണ ചെയ്തിട്ട് ശിക്ഷ വിധിക്കട്ടെ. ആരാണ് നമ്മുടെ മക്കളെ മയക്കുമരുന്നിന് അടിമയാക്കുന്നതിന് ഒന്നാമത്തെ കാരണക്കാരാണെന്ന് ഞാൻ ഇപ്പൊ തെളിവ് തരട്ടെ. ഇതാ നോക്കൂ, വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ച അത്ര ആളുണ്ട് ഇവിടെ? ഒന്ന് കൈവെക്കും. വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ച അത്ര ആളുണ്ട്? 1, 2, 3. 2 ആണുങ്ങളും 1 പെണ്ണുങ്ങളും മാത്രമാണ് 3 പുസ്തകമെങ്കിലും വായിച്ചത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കാൻ പാടില്ലെന്ന് ഏത് കിതാബിലാ പറഞ്ഞ? വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, മക്കളെ ഉണ്ടാക്കുക, കാക്കൂസ് പോവുക. ഈ പണി മാത്രം നടത്താൻ പിന്നെ മനുഷ്യനാവണം. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ വൃത്തികെട്ട ചിന്തകളിലേക്ക് നയിക്കുന്നത്. അമ്മയും അച്ഛനും പുസ്തകം വായിക്കുന്ന വീട്ടിലെ കുട്ടി മയക്കുമരുന്നിന് അടിമയാവില്ല, ഞാൻ ഉറപ്പു തരാം. കാരണം മനുഷ്യൻ ജനിച്ചത് ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തൊരു അവയവത്തിന്റെ വികാസത്തിനാണ്, അല്ലാതെ ഇതിന്റെ വികാസമല്ല. ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണ് തലച്ചോറ്. അതാണ് പ്രധാനം. ഒട്ടും എല്ലില്ലാത്ത അവയവമാണ് വയറ്, അത് അപ്രധാനമാണ്. പക്ഷെ ഈ ചോറിനേക്കാൾ ഈ ചോറാ പ്രധാനമെന്ന് പഠിപ്പിക്കുന്ന വീടുകളാണ് നമ്മുടെ വീടുകളിലെല്ലാം. വിഷുവിന് 10,000 രൂപയുടെ സാധനം വാങ്ങി വന്നിട്ടുണ്ടാവും. പൊട്ടാസും വാങ്ങുമ്പോ പഠിക്കുന്ന ഒരു ചെക്കനുണ്ടല്ല വീട്ടിൽ, ഒരു 100 രൂപേന്റെ പുസ്തകം വാങ്ങിയായിരുന്നു. വാങ്ങിയോ? നിങ്ങൾ വാങ്ങിയ തിന്നാൻ വാങ്ങിയ സാധനം ഇല്ലേ, ഏപ്രിൽ 15-ാം തീയതി രാവിലെ പ്രശ്നമർത്തിയപ്പോ പാതാളത്ത് പോകും ഇല്ലേ? എന്നാ പുസ്തകം ഇവിടെ കിടക്കൂലേ? ഒരു കവിത വായിച്ചോ? ഒരു കഥ വായിച്ചോ? ഇല്ല. എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും, ഇന്നത്തെ കുട്ടികൾ അങ്ങനെയപ്പാ, ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയപ്പാ. അങ്ങനെ കുറെ ഉപദേശി മാമന്മാർ പുറപ്പെട്ടിരിക്കുന്നു പുതിയ കുട്ടികളെ മുഴുവൻ കുറ്റം പറയാൻ. ആരാ ഉത്തരവാദി? നമ്മളാ ഉത്തരവാദി. നമ്മൾ കവിത, നമ്മക്കൊക്കെ സംസ്കാരം ഉണ്ടാക്കി തന്ന എൻ്റെ അമ്മയും അച്ഛനും ചൊല്ലിത്തന്ന കവിതകളാണ്. ആശാനും ഉള്ളൂരും വള്ളത്തോളും ചങ്ങമ്പുഴയും ONV കുറുപ്പും പി ഭാസ്കരനും വയലാറും ഇടശ്ശേരിയും ജി ശങ്കരക്കുറുപ്പും അല്ലാണ് നമ്മുടെയൊക്കെ മനുഷ്യത്വത്തെ രൂപപ്പെടുത്തിയത്. അവരൊക്കെ ഇപ്പോഴും അവരെഴുതിയ പുസ്തകങ്ങളൊന്നും ചെതല് പിടിച്ചു പോയിട്ടില്ല. അത് നിങ്ങൾ പുതിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അവകാശം? അതുകൊണ്ട് നമ്മുടെ വീടുകൾ സർഗാത്മകമാക്കുക, പ്രകൃതിയുടെ സർഗാത്മകത ആസ്വദിക്കുക, പുസ്തകങ്ങളിലെ സർഗാത്മകത ആസ്വദിക്കുക. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഒരു കുട്ടി 10 നാടകം കണ്ടിട്ടില്ലെങ്കിൽ ഞാനാണ് വിദ്യാഭ്യാസ മന്ത്രിയെങ്കിൽ അവന് ഫുൾ A+ കൊടുക്കരുതെന്ന് പറയും. 10 നാടകങ്ങളും കണ്ടിരിക്കണം 10ലെത്തുമ്പോഴേക്കും ഒരു കുട്ടി. ഒരു കഥകളി പോലും കാണാത്ത ഒരുത്തരെ 10ാം ക്ലാസ് പാസ്സാക്കരുത്. നമ്മുടെ നാടിന്റെ സ്വന്തം അഭിമാനമായ കഥകളി കാണാത്തവൻ, ഒന്നും കാണാത്തവൻ, എല്ലാം നെറ്റിൽ ആനിമേഷൻ ചിത്രങ്ങൾ മാത്രം കാണുന്നവൻ, ആനിമേഷൻ ചിത്രങ്ങൾ മാത്രം. എന്തൊരു വിഡിത്തമാണ്! ശ്രീരാമനെയും രാമായണത്തെയും ഇത്രയും അപമാനിച്ച് വൃത്തികേടാക്കിയ ഒരു സാധനം ഞാൻ മിഞ്ഞാന്ന് TV-യിൽ കണ്ടു. രാത്രിയിൽ നമ്മുടെ ബ്രഹ്മാണ്ഡ നായകനുണ്ടല്ലോ, പ്രഭാസ് നായകനായി അഭിനയിച്ച ആദിപുരുഷ് എന്ന് പറഞ്ഞ കോടിക്കണക്കിന് നോക്കിയ ചെലവാക്കിയ സിനിമ പോലും ഇത്രയും വലിയ ശ്രീരാമനെയും സീതയും ഒക്കെ അപമാനിക്കുന്ന ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
എന്ന് പറഞ്ഞാൽ രാമൻ ഇങ്ങനെ ആനിമേഷനിലൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിജിറ്റൽ രാമൻ, ഡിജിറ്റലായിട്ട് രാവണനെ വധിക്കുന്ന രാമൻ. നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുക? അവരൊരു സങ്കല്പ ലോകത്താണ്, അവതാറിന്റെ ലോകത്താണ് അവര്. ആ ലോകത്ത് യാഥാർത്ഥ്യത്തിലേക്ക് ഭൂമിയിൽ വരണ്ടേ? ഈ ഭൂമി വരൻ തുടങ്ങിയതാണ്. വിഷുവിന് കണി കാണാൻ പൂക്കളം. എന്ത് പൂക്കളാ? പൂക്കള് കൊന്നപ്പൂവാണ്. എന്തുകൊണ്ടാ കൊന്നപ്പൂവിനെ തെരഞ്ഞെടുത്തത് കണി കാണാൻ? മറ്റു പൂക്കളൊന്നും ഇല്ലേ? വൈലോപ്പള്ളി പറയുന്നുണ്ട്, ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. കൊന്നപ്പൂവിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം മറ്റെല്ലാ പൂക്കളും അനുകൂല സാഹചര്യത്തിൽ വിരിയുന്ന പൂക്കളാണ്. കൊന്നപ്പൂക്കൾ പ്രതിസന്ധികളിൽ വേരിറക്കിയിട്ട് വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് വേരിറങ്ങിയിട്ടാണ് കൊന്നപ്പൂക്കൾ വിരിയുന്നത്. കുട്ടികളെ പഠിപ്പിക്കണം അതിജീവിക്കാൻ. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും അതിജീവിക്കാൻ പഠിക്കണം. അല്ലാതെ എല്ലാം അച്ഛാ അമ്മേന്ന് പറഞ്ഞിട്ട് അവരുടെ സഹായത്തിൽ മാത്രമേ വളരാൻ പറ്റൂ എന്ന ആത്മവിശ്വാസക്കുറവ് കുട്ടികളിൽ ഉണ്ടാക്കരുത്. അതിജീവിക്കട്ടെ അവര് സ്വയം. അവര് മരം കയറട്ടെ. അവര് നിങ്ങളുടെ കാവലിൽ അവര് നീന്താൻ പഠിപ്പിക്കും. ഇന്ന് 2 കുട്ടികൾ നീന്താൻ പുഴയിൽ വീണു മരിച്ചു. എന്തുകൊണ്ട്? 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് തന്റെ മക്കളെ നീന്തം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ അച്ഛൻ ഒരു നല്ല അച്ഛനല്ല, ഒരു കൊച്ചനാണ്. മനസ്സിലായോ? 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ സ്വന്തം മക്കളെ ഇത്രയും മഴയും പുഴയുള്ള നാട്ടിൽ മക്കളെ നീന്തം പഠിപ്പിക്കണ്ടേ? മരത്തുമ്മ കയറാൻ പഠിപ്പിക്കണ്ടേ? സ്കൂൾ വിട്ട് വരുമ്പോ നായ് വാനും വന്ന ഇവന് മരത്തുമ്മ കയറാൻ നിങ്ങളുണ്ടാവുകടാ. മരത്തുമ്മ കയറ്റാൻ ഏണിയും കൊണ്ട് പോയാ ഇല്ല. അവനെ ഒറ്റക്ക് കയറാൻ പഠിപ്പിക്കണ്ടേ? അത്തരത്തിൽ പ്രകൃതിയോടൊത്ത്, സമൂഹത്തോടൊത്ത്, അറിവിനോടൊത്ത്, കലയോടൊത്ത്, ആർദ്രതയോടൊത്ത്, ചിന്തയോടൊത്ത് എല്ലാം ചേർന്ന് വളരുന്ന ഒരു സ്വരം, ആ ഒരു ജുഗൽബന്ദി ഉണ്ടാവണം അവിടെ. എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്വരം ഉണ്ടാവും. ആ സ്വരത്തിലൂടെ മുന്നോട്ട് പോകാൻ, ആർദ്രതയുടെ ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകാൻ, പുതിയ നവങ്ങളായ അന്ധവിശ്വാസങ്ങളുടെ അടിമകളാകാതിരിക്കാൻ. ഇപ്പൊ നോക്കൂ, നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ചിന്തകളുണ്ടാവും. രാഷ്ട്രീയം എന്താണ് പോകുന്നത്? പണാധിഷ്ഠിതമാണോ രാഷ്ട്രീയം? അതിനെപ്പറ്റി ചിന്തിക്കണ്ടേ? അന്ധവിശ്വാസാധിഷ്ഠിതമായ മതാധിഷ്ഠിതമായ രാഷ്ട്രീയമാണോ? നമ്മുടെ രാജ്യം എത്രയും രാമായണവും മഹാഭാരതവും ഉണ്ടായിട്ട് പട്ടിണി റാങ്കിങ്ങിൽ 111 സ്ഥാനത്തേക്ക് പോയതെന്താ? ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളില്ലാത്തത് കൊണ്ടാണ്. ചിന്തകളെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളില്ലാത്തത് കൊണ്ടാണ്. ആഴ്ചക്ക് എന്താ 7 ദിവസമൊന്നും ഒരു കുട്ടിയും ഇതുവരെ സ്കൂളിൽ ചോദിച്ചില്ല. മാഷ് പറഞ്ഞു 7 ദിവസം. ഓ റെഡി, നമുക്ക് 7 ദിവസം. എന്തുകൊണ്ട് മാസത്തിന് 30-31 ദിവസം ഒരു കുട്ടിയും ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു വർഷത്തിൽ 12 മാസം? ആ 12ന്റെ കണക്കെന്താ? എന്താണ് മണിക്കൂറിന് 60 മിനിറ്റ്? ഇതൊന്നും ചോദിക്കാതെ പണ്ടുള്ള ആൾ എന്തോ പറഞ്ഞു വെച്ചു, അതും കണ്ണും കുട്ടി അങ്ങ് കേട്ട് പോകുന്ന കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ശാപം. അധിയാപനം നടത്തണം. അപ്പോഴേ അധ്യാപകൻ ഉണ്ടാവുന്നത്. അധിയാപനം, മാഷക്കറിയുന്നതിന്റെ അപ്പുറത്ത് കുട്ടി പഠിക്കണം. അലക്സാണ്ടർ ഗ്രഹാംബൽ എന്ന് പറയുന്ന ഒരു കുട്ടി അധിയാപനം നടത്തിയത് കൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ ഉണ്ടായ. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടി അധിയാപനം നടത്തിയത് കൊണ്ടാണ് ബൾബ് കത്തുന്ന. ഈ വാച്ച് ഉണ്ടായത്, ഈ മൈക്ക് ഉണ്ടായത് എല്ലാം ഓരോ കുട്ടികൾ അധികം ചിന്തിച്ചിട്ടാണ്. മാഷക്കറിയുന്ന മാത്രം കേട്ടിട്ട് നടക്കരുത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞവനാ. 1 1 2 എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു. 2 പുഴയും ചേരുമ്പോ പിന്നെ 2 പുഴ വേറെ ഉണ്ടാകുന്നില്ലല്ലോ, വലിയ പുഴയല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് 1 1 കൂട്ടിയാൽ ഇമ്മണി ബല്യൊന്ന് എന്ന് പറഞ്ഞ മലയാളിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. മാഷന്മാർ പറഞ്ഞത് മാത്രം വിശ്വസിച്ചു പോകരുത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. ചോദ്യം ചെയ്തിട്ട് ഉത്തരത്തിലെത്തണം. അത്തരത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്ന മനസ്സുണ്ടാവണം. ചോദ്യങ്ങൾ ഉണ്ടാവുക. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അത് പറയുമ്പോൾ അതാ ശരി തോന്നി, ഇത് പറയുമ്പോൾ ഇതാ ശരി തോന്നും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ശരി വേണ്ടേ? എന്റെ നാട്ടിലൊരു എസ് കുഞ്ഞിരാമുണ്ട്, പഞ്ചായത്ത് മെമ്പറായിരുന്നു പണ്ട്. ആരെന്ത് പറഞ്ഞാൽ ശരി ശരി യെസ്, അങ്ങനെ എല്ലാത്തിനും യെസ് പറഞ്ഞിട്ട് എസ് കുഞ്ഞിരാമന്റെ പേര്. ഒരാൾ പരാതി പറയാൻ വേണ്ടിയിട്ട് അയാളെടുത്ത് വന്നു, എന്റെ അതിർത്തി പോകുമ്പോൾ വായക്കന്നുകൊണ്ട് വെച്ച് ഞാനത് പൊരിച്ചാടി, ഒക്കെ എല്ലാം ശരി. എതിരാളി വന്നപ്പോ ഓനോടും പറഞ്ഞു നീ ചെയ്തു എല്ലാം ശരി. 2 ആളും പോയപ്പോ ഇയാൾ ഭാഗത്ത് കയറുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല മനുഷ്യ 2 ആള് പറഞ്ഞു ശരി എന്ന് പറയല്ലേ, നിങ്ങളെ പണി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണ്ടേ? അപ്പൊ ഇയാൾ ഭാര്യയോട് പറയാ നീ പറഞ്ഞത് വളരെ ശരിയെന്ന്. ഇനി എല്ലാം ശരിയെന്ന് പറയാനല്ല, ഏത് ശരി ഏത് തെറ്റെന്ന് സ്വയം കണ്ടെത്താനുള്ള ബുദ്ധി നമ്മുടെ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കണം. അത്തരത്തിൽ
ഇന്റലക്ച്വൽ ചർച്ചകൾ നടത്തണം. ഇവിടെ പുസ്തകങ്ങൾ കുറച്ചുണ്ട്, അത് പോരാ, ഒരു ലൈബ്രറി ആയി തുടങ്ങണം. അത് നിങ്ങളുടെ വീട്ടിൽ പിറന്നാളിന് നിങ്ങളുടെ കുട്ടിയുടെ പേര് എഴുതിയിട്ട് ഒരു ലൈബ്രറി പുസ്തകം സംഭാവന ചെയ്യും. നിങ്ങൾ വായിച്ചിട്ട് കൊടുത്താൽ മതി. പിറന്നാളിന് ഒരു ലൈബ്രറി ഈ സ്വരം ക്ലബിന് കൊടുക്കുക. ആ കുട്ടികളുടെ കായികവും മാനസികവുമായിരിക്കുന്ന കഴിവുകളെ, സർഗാത്മകവും കായികവുമായ കഴിവുകളെ കൂട്ടിച്ചേർക്കുക. ക്ലബ് എന്ന വാക്കിനർത്ഥം കൂട്ടിച്ചേർക്കുക. അതാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ശരീരത്തിന്റെ മതം പുറത്തു കളയാൻ സ്പോർട്സ്, മനസ്സിന്റെ വികാര വിവേചനം നടത്താൻ ആർട്സ്. അത്തരത്തിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മനോഹരമായ ചടങ്ങ് സംഘടിപ്പിച്ച് ഒരു വലിയ എഫർട്ട് നടത്തി അതിന്റെ പൂർത്തീകരണം നടപ്പിലാക്കിയ ഇവിടുത്തെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും കുറച്ച് സമയം കടന്നുപോയി, അതിൽ ക്ഷമ ചോദിക്കുന്നു. എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.